ഞങ്ങൾ അത്ഭുതങ്ങളെ കാണും, ദൈവപ്രവൃത്തിയെ കണ്ണുകൊണ്ട് കാണും, അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ശാപത്തെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്നും കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ ബലപ്പെട്ടു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തിനെപ്പറ്റി ഉള്ളതാണെന്ന് ഓർമ്മയിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് വചന ചിന്തയാണ്? വചനമല്ല, വചനചിന്ത. ദൈവ സ്നേഹത്താലുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവ സ്നേഹത്താലുള്ള വിശ്വാസം. അപ്പോൾ ദൈവസ്നേഹത്താലാണ് നമ്മുടെ വിശ്വാസം. അപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ഒരു വിശ്വസ്തതയാണ്. സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള സ്നേഹബന്ധമല്ല. അവർക്കൊരു വിശ്വാസം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് വരുമെന്നും 6 മണി വരെ ജോലി ചെയ്യുമെന്നും ഒരു വിശ്വാസം. ആ വിശ്വാസം സ്നേഹത്തിലുള്ള വിശ്വാസമല്ല. സ്നേഹത്താലുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. അവിടെ ഉണ്ടാകുന്നത് ആ സ്നേഹ ബന്ധത്തിൻ്റെ അകത്തു നിന്നുണ്ടാകുന്ന വിശ്വാസമാണ്. ആമേൻ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നവരാകണം. അത് കർത്താവിൻ്റെ ദൈവഹിതം അറിയുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവഹിതം അറിയുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നവരാകണം. അതുമാത്രമല്ല, നിങ്ങൾ ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവഹിതപ്രകാരമുള്ള ഓരോ ചുവടുകൾ വെക്കുന്നതിൻ്റെ അകത്തും ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. ആമേൻ. നമുക്കിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ എടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ തന്നെ നമ്മൾ കർത്താവിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ അറിയാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ അതിനായിട്ട് പരിചിതമായ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് 12-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കേട്ട് നിന്ന ആ ഒരു വാക്യങ്ങളുടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ വാക്യത്തിൽ തന്നെ നമുക്കൊന്ന് നിൽക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് ജസ്റ്റ് എടുത്തോട്ടെ. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കാതെ ഈ ഡിസ്പ്ലേയിൽ ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് വന്നതുപോലെ തന്നെ കർത്താവിൽ ഒരു സ്നേഹബന്ധത്തിൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, കർത്താവിൽ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്ത് ഈ സംശയങ്ങൾ പ്രവേശിക്കുവാനുള്ള കാര്യം എന്നറിയോ? നമ്മളിലേക്ക് ഈ സംശയം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്നേഹത്തിലുള്ള വിശ്വാസം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. പകരം മതപരമായ വിശ്വാസമാണ്. എന്താണ് ഈ മതപരമായ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഒരു വിശ്വാസത്തിലേക്ക് വന്നു, ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നു, കുറേ പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഒത്തിരി പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു, കുറേ ബൈബിൾ വായിക്കുന്നു. അപ്പം നമുക്കൊരറിവ് കിട്ടും, ദൈവത്തെപ്പറ്റി ഒരറിവ് കിട്ടും. പ്രസംഗിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിനെ പറ്റി ഒരു അറിവ് കിട്ടും. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു അറിവ് കിട്ടും. പിന്നെ അവരൊക്കെ പറയുന്നത് പോലെ നമുക്കുള്ളിലൊരു അറിവ് കിട്ടും. ഈ അറിവിലുണ്ടാകുന്ന വിശ്വാസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്ക് ഒരു അനുഗ്രഹവും നമുക്കൊരു അത്ഭുതമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും വ്യക്തിപരമായിട്ടുള്ള നിങ്ങൾക്കുണ്ടാകുന്ന ക്രിസ്തു യേശുവിലുള്ള സ്നേഹബന്ധത്തെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം?
അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പം ഒറ്റയ്ക്കൊക്കെ മാറിയിരുന്നുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് ഇങ്ങനെ, കർത്താവ് ഞാൻ ഇന്ന പ്രശ്നത്തിലേക്ക് ഭാരപ്പെടുന്നുണ്ട്, എനിക്കറിയാം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഒരു സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവസന്നിധിയിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ സംസാരിക്കണം. പ്രാർത്ഥിക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്, സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആമേൻ. ഞാൻ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഇവിടെ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം പരിചിതമായ വാക്യമാണ്. 12-ാം അധ്യായത്തിൻ്റെ അകത്ത് അബ്രഹാമിനെ വിളിക്കുന്നൊരു വിളി. ഞാൻ ഇന്ന് അബ്രഹാമിൻ്റെ വിളിയെപ്പറ്റിയല്ല ചിന്തിക്കുന്നതെങ്കിലും ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങുവാണ്. യഹോവ അബ്രഹാമിന് അരുളി ചെയ്യുന്നതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും നീ നിൻ്റെ ചാർച്ചക്കാരെയും നീ നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടു, ദൈവം ഒരു വ്യക്തിയോട് വെറുതെ ഒരു വീട്ടിലോട്ട് വന്നിട്ട് പറയുകയാണ്, നീ നിങ്ങളുടെ സകലതും വിട്ടേച്ച്, അപ്പനെ അമ്മേനെ എല്ലാ കുടുംബവും വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് വിശ്വസിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് അവിടെ ഒരു അത്ഭുതം കാണാൻ പറ്റുമെന്നോ, ഞാൻ നിരാശപ്പെട്ട് പോകത്തില്ല എന്നുമൊക്കെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തുനിന്നും ഊരിത്തിരിയുന്ന വിശ്വാസമല്ല. കാര്യം അപ്പനെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ വിളിച്ച് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ കോൾ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഇറങ്ങും? ഇതിന് ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ അബ്രഹാമിനെയും ദൈവത്തെയും ബന്ധപ്പെടുത്തിയ ഒരു സ്നേഹത്തിലുള്ള ഒരു വിശ്വാസം കൊടുത്തു. അതായത് അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങിയത്, കർത്താവ് അബ്രഹാമും ദൈവവും തമ്മിലൊരു വിശ്വാസം ഉണ്ടാകണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ തമ്മിലൊരു ബോണ്ട് വേണം, ഇവർ തമ്മിലൊരു കണക്ഷൻ വേണം. ഇപ്പം ദൈവം പറയുന്ന കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കാറ് മേടിച്ചെന്നിട്ട് ഞാൻ പറയും ഒരു വീടും കൂടെ ഞാൻ മേടിച്ചില്ലെന്ന് പറഞ്ഞ ഒരു വിശ്വാസം അല്ലേ? ഒരു മൊബൈൽ ഫോൺ മേടിച്ചെന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു വീടും കൂടെ അല്ലെങ്കിൽ ഒരു കാറും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസ കാര്യം, നമുക്കൊരു തെളിവ് കിട്ടി. ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ദേശം ഉണ്ടോ എന്ന് അബ്രഹാമിന് അറിയത്തില്ല. എബ്രായ ലേഖനത്തിലേക്ക് പറയുന്നൊരു വാക്കുണ്ട്, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. കേട്ടോണം. അപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. അപ്പോൾ ഇത് അറിയാതെ അബ്രഹാം എന്ത് ചെയ്തു? ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഈ അബ്രഹാമിനും ദൈവവും തമ്മിലൊരു ബോണ്ട്, ഒരു വിശ്വാസത്തിൻ്റെ, ഏതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ ഒന്ന് കാണിക്കാം. എബ്രായ ലേഖനം 11:8. നിങ്ങൾ ആ വാക്യം ഒന്ന് കണ്ടേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാണ്ടിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അപ്പം നിങ്ങൾ ഉൽപ്പത്തി നോക്കിയ ഉൽപ്പത്തിയിൽ പറയുകയാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പോൾ ഇങ്ങനെ ഒരു ദേശത്തെപ്പറ്റി എബ്രായ ലേഖനത്തിലേക്ക് പറയുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് തനിക്ക് അറിയത്തില്ല. ഉൽപ്പത്തിയിലോട്ട് മടങ്ങി വന്ന് നോക്കിയേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം അത് എവിടെയാണെന്ന് അബ്രഹാം അറിയത്തില്ല. അങ്ങനെ ഒരു ദേശം ഉണ്ടോ എന്ന് അബ്രഹാം അറിയത്തില്ല. അവിടെ എത്തിച്ചേരുവോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറങ്ങി തിരിച്ചതിൻ്റെ പേരാണ് വിശ്വാസം. ഈ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട വിശ്വാസമാണ്. ഈ വിശ്വാസം കൂടുതൽ ജ്വലിപ്പിക്കേണ്ട വിശ്വാസമാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളൊരു വെട്ടം കത്തിച്ച് വെച്ചാൽ, നമ്മുടെ നാട്ടിലിങ്ങനെ ഈ ലൈറ്റ്, അതായത് നമ്മുടെ ഒരു ബൾബ്, ബാറ്ററി ഇടുന്ന ഒരു ബൾബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് കൂടുതൽ നമ്മൾ ആദ്യം ഇടുമ്പോൾ നല്ല പ്രകാശമായിരിക്കും. പക്ഷേ ബാറ്ററിയുടെ ചാർജ് കുറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ റീചാർജ് ചെയ്ത് ഏത് വസ്തു ആയിക്കോട്ടെ, റീചാർജബിൾ ബാറ്ററി ഇട്ടോട്ടെ, ഇതിൻ്റെ ചാർജ് കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേപോലെ വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിൽ ആദ്യം ലഭിച്ച വിശ്വാസം, പലരും പറയാറില്ല, ബ്രദറെ ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് എന്തൊരു ഫയറായിരുന്നു, ഞാൻ ഭയങ്കര തീയായിരുന്നു, ഞാൻ അന്നത്തെ വിശ്വാസമൊന്നും എനിക്കിപ്പോൾ ഇല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര ഒരു ഉറപ്പും ധൈര്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പലർക്കും ആദ്യ സമയത്തെ ആ ഉറപ്പും ധൈര്യവും വിശ്വാസവും എന്ത് ചെയ്യുന്നില്ല, പലർക്കും എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു പോവുകയും അന്നത്തെ കോൺഫിഡൻസ് കുറയുകയും
അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും പറയും പണ്ടൊക്കെ ഞാൻ എന്തോരം ഉറപ്പിലും വിശ്വാസം ഇറങ്ങി, ഇന്നും അത് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഇതൊരു റീചാർജബിൾ ബാറ്ററി വർക്ക് ചെയ്യുന്ന ലൈറ്റ് പോലെയാണ്. ഇതിങ്ങനെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചപ്പം ഫുൾ ചാർജ് ആയിട്ടാണ് നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയത്. ആ സമയത്ത് ഭയങ്കര ഉറപ്പും ധൈര്യവും ഒക്കെ നമുക്ക് കിട്ടി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അന്ന് നിങ്ങൾ വിശ്വാസാൽ ബലപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പിലൊക്കെ നിങ്ങൾ ഇറങ്ങി. പക്ഷേ ഇതിനൊരു ചാർജ് ഞാൻ പറഞ്ഞു, വിശ്വാസം ഒരു ചാർജാണ്. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ട് കടുകുമണിയോളം വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു അളവുണ്ട്. വീണ്ടും കൊരിന്ത്യ ലേഖനത്തിലേക്ക് പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, അവനവന് അതത് വിശ്വാസത്തെ പകർന്നു കൊടുത്തിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു അളവുണ്ട്. അപ്പോൾ ഇത് കൂട്ടാൻ പറ്റും, ഇത് കുറയാനും സാധ്യതയുണ്ട്, കൂട്ടാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് കുറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൂട്ടുന്നത് കാര്യത്തിൽ വലിയ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഉള്ളി പെട്ടെന്ന് പരിശുദ്ധാത്മാവെ അർച്ചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ. അർച്ചന എന്ന് പറയുന്നത് 30 വയസ്സിൽ താഴേക്ക് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയണം. ഈ സൂമിലോ ലൈവിലോ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്ന് ഇതിലുള്ളത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വേഗത്തിൽ ഏറ്റെടുത്തോണം. വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. കർത്താവോട് പറയുന്ന വലിയൊരു അത്ഭുതകരമായ പ്രവൃത്തി, ഒരു അനർത്ഥം വിട്ടൊഴിയുന്നത് ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഇന്ന് പറയാനല്ലെങ്കിൽ നിങ്ങൾ ആരും ഇപ്പം മ്യൂട്ട് മാറ്റരുത്. ആ കുടുംബം ഇതിനകത്തുണ്ടെങ്കിൽ, സൂമിലുണ്ടെങ്കിൽ, ആ ബന്ധപ്പെട്ട് സൂമിലുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ലൈവിലാണെങ്കിൽ വേഗത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് തൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നപ്പാ. അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഒരു ഫ്രണ്ടിന്റെ സഹോദരന്റെ മകൾക്ക് വേണ്ടി കുറെ നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അത്. അർച്ചനാന്ന് പറഞ്ഞ പെൺകുട്ടി ഏറ്റെടുത്ത സിസ്റ്ററെ. ഇന്ന് അവരോട് പറയണമോ? 18 വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞ 30 വയസ്സ് താഴേക്കുള്ള മകളാണ്. കർത്താവ് എന്ന ആ കുടുംബത്തിന് ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചു സിസ്റ്റർ. ഞാൻ പറഞ്ഞത് ആ പ്രശ്നം ഇന്ന് കർത്താവിനെ കാണിക്കുന്ന വലിയൊരു അത്ഭുതകരമായ മാറ്റം ഇന്നിവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതിനുള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഏറ്റെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ കേട്ടതുപോലെ തന്നെ, അപ്പം നമ്മുടെ അകത്ത് പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ നമ്മളെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആദ്യ വിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് പിന്നീട് നമ്മളിൽ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് വർക്കൗട്ട് ആകാത്തതിൻ്റെ കാരണം നിങ്ങൾ ഈ വചനം നോക്കിയാൽ കാണാൻ പറ്റും. അബ്രഹാം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? താൻ പുറപ്പെട്ടു. എന്നാൽ പുറപ്പെട്ട സമയത്ത് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. 4-ാം അധ്യായം നമ്മൾ എടുക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ വരവിനെയും പോക്കിനെയും പറ്റിയൊക്കെ പറയുന്നൊരു വാക്കാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ താഴെ നമ്മുടെ 18-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വാക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ സന്തതി ഈ വണ്ണം ആകുമെന്ന് അരുളി ചെയ്ത് ബഹുജാതിക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നിട്ട് പറയണം, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ അവൻ്റെ ശരീരം നിർജ്ജീവമായിട്ടും ആ സാറയുടെ ഗർഭപാത്രം നിർജ്ജീവത്വമായിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണങ്ങൾ, ഒരു മിനിറ്റ്, നമ്മുടെ സിസ്റ്റം ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കാവുന്നുണ്ട്, അതാണ് ഈ ഇടയ്ക്ക് ഡിലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം അനുഭവിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ വിശ്വാസത്തിൽ കുറവ് വരും, വിശ്വാസത്തിൽ ക്ഷീണം വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം ആവശ്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ബൾബ് ചാർജ് ചെയ്ത് അവിടെ ഉപയോഗിക്കാതെ വെച്ചാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ അത് യൂസ് ചെയ്യുവാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ, ഉദാഹരണം പറയാം, മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളൊരു വൈഫൈ കണക്ട് ചെയ്യുകയോ ലൊക്കേഷൻ ഓണാക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ, അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും.
നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആദ്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിനെ അറിഞ്ഞ് വലിയ വിശ്വാസവും എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുകയും പല കാര്യങ്ങൾ വിശ്വസിക്കുകയും, എന്നാൽ ആദ്യം വന്നതുപോലെയുള്ള ആ ഒരു ധൈര്യവും ഉറപ്പും പിന്നീട് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ അകത്തൊരു നിരാശ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് എങ്ങനെയാണ് ഇത് എൻ്റെ ഉള്ളിലേക്ക് വന്നത്? ഇവിടെ നോക്കിയേ, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടു. അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ കാരണം തൻ്റെ മുമ്പിലുള്ളൊരു സിറ്റുവേഷനുണ്ട്. ഞാൻ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അബ്രഹാമിൻ്റെ മുമ്പിലൊരു ചോദ്യം, ഈ സ്ഥലം എവിടെയാണ് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ സ്ഥലത്തേക്ക് ബസ്സോ കാറോ ഫ്ലൈറ്റോ വണ്ടിയോ വല്ലതും ഉണ്ടോ അറിയത്തില്ല. ഇങ്ങോട്ട് എത്തിപ്പെട്ട ആരെങ്കിലും പരിചയക്കാരെവിടെ ഉണ്ടോ ഇല്ല. ഇനി അവിടം വരെ എത്തിച്ചേരുമെന്ന് എന്നാ ഉറപ്പില്ല. ഇനി പോകുന്ന വഴി കാട്ടുമൃഗങ്ങളോ കൊള്ളക്കാരോ മറ്റുമൊക്കെ ആക്രമിച്ചേക്കാം. ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഈ 100,000 ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒറ്റ കാര്യം ഇതാണ്, ദൈവം ഒരു വിശ്വാസം കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ പലപ്പോഴും ഈ വചനം കേൾക്കുമ്പം ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ അകത്തേക്ക് ഒരു സ്നേഹബന്ധം, അതായത് ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് സാധാരണ മനുഷ്യൻ്റെ വിശ്വാസം പോരാ. മനുഷ്യൻ്റെ വിശ്വാസം എന്തെങ്കിലും കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടിയില്ലേ, അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങൽ വിശ്വാസമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നിങ്ങൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ കടം കൊടുക്കുകയോ ഇല്ല. ഒരു മുൻപരിചയമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജാമ്യം നിൽക്കുകയോ ഇല്ല. അതിൻ്റെ കാരണം ഒരു മുൻപരിചയമില്ല, ഇവിടെ സ്നേഹമില്ല, ബന്ധമില്ല. അപ്പോൾ ദൈവത്തിന് അബ്രഹാമുമായിട്ടൊരു ബന്ധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, നമ്മളിങ്ങനെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഉണ്ടാകണം. അതായത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഇറങ്ങിയതല്ല. ദൈവത്തിൻ്റെ അകത്ത് അബ്രഹാമിന് വേണേൽ ചിന്തിക്കാൻ മേലെ അവിടെ ചെല്ലുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ദൈവം പറ്റിക്കുമോ എന്നൊക്കെ ചിന്ത വരാം. പക്ഷേ അതൊന്നും അബ്രഹാം മൈൻഡ് ചെയ്തില്ല. അബ്രഹാം ഇറങ്ങി, നമ്മളും ഇറങ്ങി, അബ്രഹാമും ഇറങ്ങി. അബ്രഹാം മുന്നോട്ട് പോകുമ്പോൾ നല്ല വിശ്വാസമായിരുന്നു. പക്ഷേ പാതി വഴിയിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാം നമുക്കറിയാം തൻ്റെ മുമ്പിൽ ഫറവോൻ്റെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും തൻ്റെ ഭാര്യനെ തനിക്ക് സഹോദരി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വിഷയം അത്ഭുതം നടക്കുമെന്ന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം അത്ഭുതം നടക്കും ബ്രദറെ, വിശ്വാസമുണ്ട്. ഒരു 10 പ്രാവശ്യം എടുത്ത് ചോദിച്ചാലോ? 10 പ്രാവശ്യം നമ്മൾ ചോദിച്ചാൽ ബ്രദറെ വിശ്വാസമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ അകത്തൊരു സംശയം കയറി വരുന്നില്ല, നമ്മൾ പോലും അറിയാതെ. ആ കയറി വരുന്നതിൻ്റെ പേരാണ് നിങ്ങളുടെ ചാർജിനെ കുറയ്ക്കുന്നത്. നിങ്ങൾ കൂടുതൽ വിശ്വാസം ഉപയോഗിക്കുമ്പോൾ, കൂടുതൽ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഹൈ എനർജി നിങ്ങളിൽ നിന്ന് റിലീസാവുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഹൈ എനർജി നിങ്ങളിൽ നിന്ന് റിലീസാവുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ചാർജ് ആകണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വാസത്താൽ ഒരു കാര്യം നടക്കണം, ഒരു അത്ഭുതം ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങളുടെ എനർജി, വിശ്വാസത്തിൻ്റെ എനർജി കൊണ്ടുവരണം നിങ്ങളിലേക്ക്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഒരു വിഷയം ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം ഒരു കാര്യം ഞാൻ ഉദാഹരണം, എനിക്കൊരു കാറ് വേണം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലർക്ക് ഇതൊന്നും ഇഷ്ടമില്ല, ഇങ്ങനെയുള്ള കാറും വീടും ബംഗ്ലാവും കിട്ടുന്നതാണോ സുവിശേഷ ജീവിതം? അപ്പം ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഉദാഹരണം പറയാം, എനിക്കിപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഞാൻ പറയാം, കർത്താവേ എനിക്കൊരു കാർ ലഭിച്ചതിന് നന്ദി, എനിക്ക് നല്ലൊരു വാഹനം ലഭിച്ചതിന് നന്ദി. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ആ സമയത്തൊരു ബലമൊക്കെ അല്ലേ, കർത്താവ് തരും, ഉറപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത, ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടും? ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഇത്രയും പൈസ വേണം. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ചിന്തിക്കും, ഏത് വണ്ടി? അപ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരിക, ഈ ചെറിയ വണ്ടി, കുഞ്ഞു വണ്ടി, ചെറിയ രീതി. അപ്പോൾ ഇങ്ങനെ പല ചിന്തകൾ വന്ന് നമ്മളിലേക്ക് നിറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു വിശ്വാസത്തിൽ നിന്നൊരു പയ്യെ കോട്ടം തട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മാനുഷിക ബുദ്ധിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വേണ്ട. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ വാഹനം, ഞാൻ ഉദാഹരണം ഒരു വാഹനം ദൈവം നമുക്കൊരു വാഹനം തരും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണ് വാഹനം? ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എനിക്കൊരു വലിയ വണ്ടി വേണം. എന്തിനാ വലിയ വണ്ടി എന്ന് വെച്ചാൽ 2 പേരെയും കൂടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാമല്ലോ. ഇനി പ്രാർത്ഥനയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതും കൂടെ വണ്ടിക്കകത്ത് വെച്ചുകൊണ്ട് പോകാമല്ലോ. കുറച്ചും കൂടെ ദൂരം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് യാത്ര ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു ലോങ് യാത്രയൊക്കെ പോകാമെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക്. എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന ഓറിയൻ്റഡ്, എപ്പോഴും നമ്മൾ സുവിശേഷ ബന്ധപ്പെട്ട് എല്ലാ കാര്യം ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു.
അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഈ വിചാര ചിന്തകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസത്തിൻ്റെ എനർജി എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. എങ്ങനെ അബ്രഹാം വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾ നോക്കി ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമോട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം, അപ്പോൾ ഇതാണ് ശ്രദ്ധിച്ചോണം, ഈ കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി. ഇത് 2 ബ്ലെസ്സിങ്ങുകളാണ് അബ്രഹാമിന് പറഞ്ഞത്. ഒന്ന്, തലമുറയില്ലാത്ത അബ്രഹാമിന് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന നീ ഒരു വലിയ ജാതിയാവും. 2, ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശം. ഇത് 2 അനുഗ്രഹങ്ങളാണ് അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്നത്. 1 ദേശം, 2 തലമുറ. ഇത് 2ൻ്റെ ഇടയിലുള്ള വിഷയങ്ങളാണ് നമ്മളെയും അബ്രഹാമിനെയും ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. അതായത് മുമ്പിൽ ഒരു സാധ്യതയില്ല. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ്, ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നു, എപ്പോഴും നമ്മൾ പറയുന്നത് അല്ലേ. ഈ ഒരു സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ക്ഷീണിപ്പിക്കുന്ന, അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ക്ഷീണിപ്പിക്കുന്നത് എന്തുവാ? അബ്രഹാമിനെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുവാൻ സാധ്യതയുള്ളത് എന്തുവാ? മക്കളില്ലാത്തത്. അബ്രഹാമിനെ ക്ഷീണിപ്പിക്കുന്ന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് തനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ കേട്ടല്ലോ, ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പില്ല. 2, തനിക്ക് നല്ല ബോധ്യമാണ് തനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല. ഞാൻ പിശാചിൻ്റെ ഒരു തന്ത്രം പറയാം. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, മാനുഷിക ബുദ്ധിയിൽ ആ വിഷയം കിട്ടാനൊരു സാധ്യതയില്ല. ഇവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ചില ആൾക്കാരെ കയ്യിലെടുക്കും. ചിലപ്പം ഇവന് കയ്യിൽ കിട്ടുന്ന വിശ്വാസികളൊക്കെ ഉണ്ട്, പിശാച് ഉപയോഗിക്കുന്ന വിശ്വാസിയുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ്, എല്ലാ വിശ്വാസിയും ദൈവത്താലുള്ള വിശ്വാസിയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഉപദേശികളും എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവുള്ളതൊന്നുമല്ല. അപ്പോൾ ഇവൻ ചില വിശ്വാസിയെ കൈയെടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണം പറയും, ഇപ്പോൾ തലമുറയില്ലാതെ ഭാരപ്പെട്ട് ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നിരിക്കട്ടെ, ആ വ്യക്തി വിശ്വാസാൽ പ്രാർത്ഥിക്കുക, ദൈവം തരും, ദൈവം അത്ഭുതം ചെയ്യും. ഇപ്പോൾ അബ്രഹാമും സാറയും പ്രാർത്ഥിക്കുക. സാറാമച്ച് ഇങ്ങനെ വിശ്വാസത്താൽ കാണുവാണ്, ദൈവം പറഞ്ഞു ഇസഹാക്കിനെ തരും. നല്ലൊരു ആൺകുഞ്ഞിൻ്റെയൊക്കെ സ്വപ്നം കണ്ട്, കർത്താവ് എനിക്ക് വിശ്വാസാൽ വലിയൊരു ആൺകുഞ്ഞിനെ തരും, അവൻ വലിയൊരു ജാതിയാകും, ഞങ്ങൾ വലിയ കനാനൊക്കെ അവകാശമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാവിലെ ഇറങ്ങി ഒരു കല്യാണം വീട്ടിൽ ചെന്നു. ഉടനെ അവിടെ വിശ്വാസം നിൽക്കുന്ന ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉടനെ വന്നിട്ട് ചോദിക്കും, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? കണ്ടോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, വന്ന് നമ്മുടെ മനസ്സിനെ അങ്ങ് ഇടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, നമ്മൾ അതുവരെ പറഞ്ഞു വന്ന വിശ്വാസത്തിൽ ഈ ഒരു ചോദ്യം പിശാച് വന്ന് നേരിട്ട് വെച്ചാൽ നമ്മൾ പറയും, പിശാച് എന്ന് പറയും, നിൻ്റെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല, നമ്മൾ പറയത്തില്ലേ. പിശാച് ഇപ്പം നേരിട്ട് വരും, നിനക്ക് ദൈവം തരാനൊന്നും പോണില്ല, ദൈവം പറ്റിക്കും, ദൈവം ചുമ്മാ പറയുന്നത് എന്നൊക്കെ വന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാടി പിശാചിനെ ഓടിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു വിശ്വാസിയോ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഒരു ബന്ധുക്കാരനോ ഒരു ചാർച്ചക്കാരനോ ഒക്കെ വന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഓടിക്കാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രൗഢം. പിശാച് എന്ന് പറയാൻ പറ്റത്തില്ല, ഓട് പിശാച് എന്ന് പറയാൻ പറ്റത്തില്ല, സഹോദരി വായടയ്ക്കാൻ പറയാൻ പറ്റത്തില്ല, നമ്മളത് കേട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയാവോ, കത്തി നിൽക്കുന്ന വലിയ വോൾട്ടേജ് ഉള്ള ഒരു ബൾബിൻ്റെ അകത്ത് ഓവർലോഡ്, ആ ഇരുട്ടത്ത് കൂടുതൽ പ്രകാശം ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പയ്യെ എന്ത് സംഭവിക്കുന്നറിയാവോ, ഇതിൻ്റെ ചാർജ് കുറയും. ശ്രദ്ധിച്ചോണം, ഈ ചാർജ് കുറയുന്നത് കൊണ്ടാണ് ആദ്യ വിശ്വാസത്തിൽ വന്ന എനർജി പിന്നീട് നമ്മളിൽ കുറയുന്നതിൻ്റെ കാരണം. ആദ്യം വന്നപ്പോൾ ഭർത്താവിനോടും മക്കളോടൊക്കെ നമ്മൾ പറയും, കർത്താവ് അത്ഭുതം ചെയ്യുന്നൊക്കെ പറയും. പിന്നീട് ഇവർ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ നിൻ്റെ പ്രാർത്ഥന, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ഇവർ ചാടി വീഴും. കറിക്കൊരു ഉപ്പ് കൂടിപ്പോയി ഉടനെ പറയും, നീ വലിയ പ്രാർത്ഥനക്കാരിയായിട്ട് എൻ്റെ കറിക്ക് ഉപ്പില്ലാത്ത. ഇതൊക്കെ എല്ലാ വിഷയവും പ്രാർത്ഥനയുമായിട്ട് പിന്നെ ബന്ധപ്പെടുത്തും. കൂടെ ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ വലിയ പ്രാർത്ഥനക്കാരിയായിട്ട് എന്നാ. കണ്ടോ, വഴിയെ പോകുന്ന ബസ്സിലിരിക്കുന്ന കണ്ടക്ടർ വരെ പറയാൻ തുടങ്ങും, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരിയല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ ചോദ്യങ്ങളായിട്ട്, നമ്മളെ കളിയാക്കുകളായിട്ട്, ഇൻസൾട്ടുകളായിട്ട് ഇങ്ങനെ കയറുമ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ, നിങ്ങളെന്ന വിശ്വാസമാകുന്ന ബൾബിലേക്ക് വരുന്ന ആ എനർജി പയ്യെ കുറയെന്ന് പറഞ്ഞാൽ നമ്മളത് കേട്ടൊന്ന് വിഷമിക്കും. നമുക്കവിടെ ഓടി പിശാച് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കവിടെ നിന്ന് വായടയ്ക്ക് മിണ്ടാതിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, നമ്മളത് കേൾക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ വരും, നമ്മൾ ചിലപ്പോൾ സൈലൻ്റ് ആയെന്നിരിക്കും, കരഞ്ഞെന്നിരിക്കും. ഇതൊക്കെ നമ്മളിൽ എന്ത് സംഭവിക്കും, ഈ വിശ്വാസത്തെ കുറയ്ക്കാന്ന് പറയുന്നതൊന്നും മങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, ഇത് നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ, വിശ്വാസത്തിലൊരു ഡിപ്രഷനുണ്ട്.
വിശ്വാസത്തിൽ ഡിപ്രഷനുണ്ട്, ഉണ്ട്. വിശ്വാസം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിരന്തരം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പയ്യെ എന്ത് സംഭവിക്കുന്നറിയാവോ, നമ്മൾ പയ്യെ നിരാശയിലേക്ക്, പിന്നെ നമുക്ക് വിശ്വാസം പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പറയുന്നത് മുഴുവൻ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിന്നിട്ടും, ഞാൻ കർത്താവേ നിനക്ക് വേണ്ടി ഇത്ര ഓടിയിട്ടും എൻ്റെ കർത്താവേ നീ എന്നെ കാണുന്നില്ലല്ലോ. നമ്മൾ പിന്നെ എന്തു ചെയ്യും? നമുക്ക് വേണ്ടത് എന്നാണെന്നറിയാവോ? നമുക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ പ്ലഗ് ചെയ്യണം. നമ്മൾ കറണ്ടേ കുത്തി മൊബൈൽ ചാർജ് ചെയ്യേണ്ട സ്ഥാനത്ത് ആ മൊബൈൽ പ്ലഗെ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കിയില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്ലഗ് കുത്തും, ദൈവമായിട്ട് ബന്ധപ്പെടും, പക്ഷെ പറയുന്നത് എന്നാണെന്നറിയാവോ? കർത്താവേ ഞാൻ ഇത്ര ഓടിയില്ലേ, ചാർജ് കയറുന്നില്ല. ചാർജ് കയറണമെങ്കിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ എന്നാ ചെയ്തെന്നറിയാവോ? ആ വാക്ക് ഞാൻ എടുത്തില്ല. ആരെങ്കിലും ഒന്ന് ലൂക്കോസിൽ എനിക്ക് വന്ന വാക്യമുണ്ട്, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തെ തൊടും, ഞാൻ സൗഖ്യമാകും എന്ന് അവളുടെ ഉള്ളത്തിൽ പറഞ്ഞു എന്ന് ലൂക്കോസിലൊരു വാക്യമുണ്ട്. ലൂക്കോസിലോ മാർക്കോസിലോ വാക്യമുണ്ട്. ആമേൻ. അപ്പോൾ അവൾ ഉള്ളത്തിൽ തന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെയാണ് ചാർജ്. യേശു പറഞ്ഞ എന്തുവാ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അത് യേശുവിൻ്റെ അകത്തിരിക്കുന്ന സൗഖ്യത്തിൻ്റെ ശക്തി അവളിലേക്ക് വലിച്ചെടുത്തതിൻ്റെ കാരണം അവൾ പറഞ്ഞ വാക്കാണ്, ഞാൻ യേശുവിനെ തൊടും, അവൻ്റെ വസ്ത്രത്തെ ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകുമെന്ന് അവൾ പറഞ്ഞു. ആ വാക്യം ഒന്ന് വേഗത്തിൽ എടുക്കാൻ പറ്റുന്നത് എടുത്ത്. അപ്പോൾ അവിടെ കറക്റ്റ് ആ വാക്യമാണ്. ഞാൻ ആ വാക്യം എടുത്തില്ല. മാർക്ക് 5:28 അത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28 നോക്കട്ടെ. ഓക്കെ, മർക്കോസ് 5:28. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാം അധ്യായത്തിൽ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ചാർജ് കുറയുന്നത്? അപ്പോൾ ഞാനിത് കുറേ നാൾ ഇതിനെ ഇങ്ങനെ പഠിക്കുമായിരുന്നു, എവിടെയാണ് ഈ ചാർജ് കുറയുന്നത്. ഞാനത് പറഞ്ഞുതരാം. അടുത്ത് ഇനി ചാർജ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ചാർജ് വർദ്ധിപ്പിക്കുന്ന എങ്ങനെയാണ് കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. എനിക്ക് ആ ചാർജ് ഒന്ന് ബ്രദറെ പണ്ടത്തെ പോലെ ഒന്ന് കൂട്ടണം, ഒന്ന് അതിനേക്കാളൊന്ന് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് നടക്കരുത്. ഈ വിശ്വാസം കുറയുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട വിശ്വാസമാണ്. ഈ വിശ്വാസം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ജ്വലിക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറയുക, ഈ യഹൂദന്മാരുടെ ഇടയിൽ ഈ പ്രത്യേകതരം യഹൂദന്മാരുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ ഇവരെന്ത് ചെയ്യുന്നറിയാം? ഉയരമുള്ള ഒരു തൂണ് പരീശന്മാരെന്ന് പറയും. ഇവർ തൂണേ കയറിയിരിക്കും. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ തിന്നാനും കുടിക്കാനും താഴേക്ക് ഇറങ്ങി വരത്തില്ല, സ്ത്രീകളെ നോക്കത്തില്ല, ആഹാരം നോക്കത്തില്ല. പാതിരാത്രി മാത്രമേ ഇവർ വലിയ വിശുദ്ധന്മാരവർ. അപ്പോൾ അവരുടെ ചിന്തയിൽ പുറത്തോട്ടിറങ്ങി വന്ന് ആൾക്കാരോട് സംസാരിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറയുമെന്നും സ്ത്രീകളെ നോക്കിയാൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അശുദ്ധി കയറുമെന്നൊക്കെ ഉള്ള ഒത്തിരി കൺസെപ്റ്റുകളുള്ള തൂണു പരീശന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെയുണ്ട്. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾക്ക് ഒത്തിരി യാത്രയുണ്ട് കേട്ടോ, ഒത്തിരി ദൈവപ്രവൃത്തി കാണാൻ വേണ്ടിയുള്ളവരാണ് നിങ്ങൾ. അല്ലാതെ വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കേണ്ടവരൊന്നും അല്ല നമ്മൾ. നിന്നേയും പരിഹാസം എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല. ഓ കർത്താവ് എനിക്ക് നിന്ന തന്നു എന്ന് പറയുകയുണ്ടല്ലോ. ചാടി പുറപ്പെടേണ്ട, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങേണ്ട സേവകരാണ് നിങ്ങൾ. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഈ സഹോദരി പറയുകയാണ്, മർക്കോസ് 5:28, യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, ഞാൻ സ്വസ്ഥയായി എന്ന് അവൾ അറിഞ്ഞു. ഉടനെ യേശു എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കി, ഈ വാക്യം മുഴുവൻ നോക്കിക്കേ. എപ്പോഴാണ് യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടത്? അവൾ 28-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ രക്ഷപ്പെട്ടേക്കും എന്നല്ല, പെടണേ എന്നല്ല, പെടും. ഉറപ്പാണ്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഇപ്പം നമ്മൾ എന്തൊക്കെയോ ആ സ്ത്രീയൊക്കെ വലിയ ആൾക്കാരാന്ന് പറയും. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച്, അവൾ എത്ര വർഷം? 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളവളായ സ്ത്രീയാണ്. പല വൈദ്യരാലും ഏറിയത് സഹിച്ചു. ഞാൻ ഇതിൻ്റെ ചരിത്രം കേട്ടപ്പോഴായിരിക്കും ഞാൻ ഓർത്ത് ഏറിയത് എന്തിനാണ്? ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ആരെങ്കിലും സഹിക്കുമോ? ഈ വാക്ക് നിങ്ങൾ നോക്കി, ഏറിയത് സഹിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചരിത്രം കേട്ടതാണ്. ഈ രക്തസ്രാവമുള്ളത് പിശാചിൻ്റെ ഉപദ്രവമാകുന്നൊരു പഠിപ്പീരുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈദ്യന്മാർ പഴുത്ത കമ്പി
പഴുപ്പിച്ചിട്ട് തീയിലിങ്ങനെ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരത്തിൽ വെക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഈ ബാധ വിട്ടൊഴിയാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി അവൾ സഹിച്ചു, വേദന സഹിച്ചു. ഈ രോഗം കൂടാതെ, ഈ രക്തസ്രാവം കൂടാതെ ഈ വേദനയെ അവൾ സഹിച്ചു എന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റോ എങ്കിൽ പോലും അവൾ കുറേ സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവിട്ടു. അപ്പം ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റി? യേശുവിനെ തൊടും ഞാൻ രക്ഷപ്പെടുമെന്ന്. ഇവിടെയാണ് നമ്മളിനി കേൾക്കാൻ വേണ്ടി പോകുന്നത്. യേശുവിനെ തൊടും ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കി. അപ്പം പലപ്പോഴും നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഇറങ്ങിയ ആ ഉറപ്പും ധൈര്യവും പിന്നീട് കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കണം, അബ്രഹാമിനെ നമ്മൾ വഴി വെച്ച് ചോദിച്ചാൽ അബ്രഹാം ഇങ്ങനെ യാത്ര ചെയ്യുവാന്ന് വിചാരിച്ചു. കൽദേറ പട്ടണമായ ഊരിൽ നിന്നും, ഇന്നത്തെ ഇറാഖാണ് കേട്ടോ, ഇറാഖിൽ നിന്നും ഇദ്ദേഹം കനാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പോകുന്ന വഴി നമുക്കൊന്ന് വഴി തടയാം, 17-ാം അധ്യായത്തിൽ തടയാം. അബ്രഹാമേ, അന്ന് ഇറങ്ങിയപ്പോൾ വലിയ വിശ്വാസമൊക്കെ പറഞ്ഞാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് തളർന്നു പോയത്? തളർന്നു പോയതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇടയ്ക്ക് അബ്രഹാം തൻ്റെ ഫോക്കസ് ഒന്ന് മാറിപ്പോയി. അബ്രഹാം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ മുമ്പിൽ എലയാസർ എനിക്ക് എന്ത് ചെയ്താൽ മതി? അവൻ ജീവനോടെ ഇരിക്കുന്നത് കണ്ട എൻ്റെ ദാസൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് അവകാശിയാകുമോ എന്നൊക്കെ അബ്രഹാം പറയുന്നുണ്ട്. പിന്നെ ഇസ്മായിലിനെ വെച്ച് അബ്രഹാം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ഈ നിരന്തരമായ ചോദ്യങ്ങൾ, നിരന്തരമായിട്ടുള്ള നമ്മുടെ മുമ്പിൽ അത്ഭുതം നടക്കാതെ വരുന്ന സാഹചര്യം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് എത്തും. അതെ, 17-18 ഉൽപ്പത്തി 17-18 ഞാൻ ഈ ഒത്തിരി വാക്യം എടുക്കണമെന്നൊക്കെ വിചാരിച്ച, പക്ഷേ ഈ നമുക്ക് കുറച്ചും കൂടെ സമയമൊക്കെ ഒന്ന് നിന്ന് പോകാമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാര്യം എനിക്ക് കൂടുതൽ ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കേൾക്കാൻ മുന്നോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അങ്ങ് പോകാം. 17-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അബ്രഹാം പറയും, ഇശ്മായേൽ എൻ്റെ മുമ്പേ ജീവനോടെ ഇരുന്നാൽ മതി എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ ഇസഹാക്കിനെ തന്നതിന് നന്ദി, സ്തോത്രം കർത്താവേ, അത്ഭുതത്തിനായി നന്ദി എന്നൊക്കെ പറഞ്ഞിറങ്ങിയ അബ്രഹാം ഇപ്പം പറയുകയാണ് ഇസ്മായേൽ മതി. അപ്പോൾ എന്താ ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്തുവാ? അബ്രഹാമിൻ്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങൾ വന്നു. വൈകുന്നേരം ആകുമ്പോൾ സാറാമ്മച്ചി അബ്രഹാമും തമ്മിൽ ഇങ്ങനെ കൈകോർത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സാറാമ്മച്ചിയുടെ മനസ്സിൻ്റെ അകത്തൊരു വിഷമം. അബ്രഹാം ചോദിക്കും, എന്നാ ചോദിക്കും, നമുക്ക് എന്തുകൊണ്ട് തലമുറ ഉണ്ടാകുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്ക് അബ്രഹാമിൻ്റെ ഉള്ളിലെ അതുവരെ കർത്താവ് എനിക്ക് ഇസഹാക്കിനെ തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു എനർജി ആയിട്ട് കയറി വന്ന അബ്രഹാം സാറാമ്മച്ചിയുടെ വാടിയ മുഖം കണ്ടപ്പോൾ ഒരു സങ്കടം. എന്നാ പറ്റി? ഓ, ഒന്നുമില്ല, നമുക്കൊരു തലമുറ ഉണ്ടായിരുന്നുവെങ്കിൽ. ഈ ഒരൊറ്റ ചോദ്യം അബ്രഹാമിന് മനസ്സിൻ്റെ അകത്ത് അതുവരെ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഒന്ന് ഇടിച്ചു കളയുവാൻ പറ്റും. പെട്ടെന്ന് അബ്രഹാം കൈ ഒന്ന് മുറുക്കെ പിടിച്ചിട്ട് പറയാം, സാരമില്ല, കർത്താവ് തരുമെന്ന് പറയുമ്പോഴും അവിടെ ഒരു ചോർച്ച സംഭവിച്ചു വിശ്വാസത്തിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഇതുപോലെയുള്ള ക്ഷീണങ്ങൾ വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ല, ഇസഹാക്കാണ് അവകാശം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാം, എന്താണോ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ വീണ്ടും പറയാം, അതെങ്ങനെ ഉരുവിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് കാഴ്ചയാലല്ല നടക്കേണ്ടത്, വിശ്വാസത്താലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ കാണുന്ന വിഷയം ഓർത്തല്ലേ ഈ ഭാരപ്പെടുന്നത് മൊത്തം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചത്താ കൊള്ളാൻ തോന്നുമല്ലേ? ഇതെല്ലാം ഇട്ടേച്ചിറങ്ങി ഓടാൻ തോന്നുന്നില്ലേ? ഭാരം വരുന്നില്ലേ? ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? ഇതെല്ലാം കുഴപ്പമുണ്ടെന്നറിയാവോ? ഈ കാണുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ അകത്ത് നമ്മളിങ്ങനെ പെട്ടുകിടക്കുക. ഇനി കാണുന്ന വിശ്വാസത്തെ ഒന്ന് മറന്നിട്ട് നിങ്ങൾ വിശ്വാസത്താൽ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ദൈവം പറയുന്നതിനെ മുറുക്കെ പിടിക്ക്. ബൈബിൾ പറയുന്നത് എന്താണ് അത് മുറുക്കെ പിടിച്ചിട്ട് അതേ നടക്കാൻ പഠിക്കണം. ഇത് ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഇവിടെ നിങ്ങളെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് ആരാ ഈ വിശ്വാസം തന്നത്? ഒന്ന് പറ, ആരാ നിങ്ങൾക്ക് വിശ്വാസം തന്നത്? എന്താണ് നമ്മൾ കേട്ടതാണല്ലോ. എങ്ങനെയാ? അത് മറന്നു പോകല്ലേ. നിങ്ങൾ ആദ്യം ഈ ഭയങ്കര വലിയ വിശ്വാസമൊക്കെ പറഞ്ഞു വന്നതിൻ്റെ പിന്നിൽ ഒരാളുണ്ട്, പരിശുദ്ധയാത്മാവ്. മറന്നു പോകരുത്. ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരും നിങ്ങളെ കളിയാക്കിയപ്പോഴും യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ധൈര്യം കിട്ടിയത് എവിടുന്നാണെന്നറിയോ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവെന്നൊരു വിശ്വാസമുണ്ട്. ഈ വ്യക്തിയെ മുറുക്കെ പിടിച്ചോണം. ഈ വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ ഇനി മുന്നോട്ട് ഈ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറന്നുപോകല്ലേ. ഈ വ്യക്തി എങ്ങനെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ആദ്യം നോക്കണം. കർത്താവ് എനിക്ക് എങ്ങനെ ആദ്യം ഈ വിശ്വാസം കിട്ടി?
പരിശുദ്ധാത്മാവ് തന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെ എനിക്ക് തന്നു? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിലുള്ള ബന്ധത്താൽ എനിക്ക് തന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നൊക്കെ കർത്താവ് പലവട്ടം പറയുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം വർദ്ധിപ്പിക്കും? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യം എന്നറിയോ? ഞാനിപ്പം നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുള്ളൊരു കാര്യം ഒരു വ്യക്തി ചെയ്ത് നമുക്ക് എന്ത് സന്തോഷമല്ലേ? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെ അവൻ ഉറപ്പിച്ചു തരും. എന്താണോ ദൈവത്തിൽ നിന്ന് കേട്ടത് അതിനെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവവചനം നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത് പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വചനത്തെ പറയുകയും വചനം വിശ്വസിക്കുകയും വചനം ഏറ്റുപറയുകയും ക്രിസ്തുവേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുകയും ചെയ്താൽ ഇത് പരിശുദ്ധാത്മാവിനെ കൂടുതൽ സന്തോഷിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാനും ഒരാളുടെ സുവിശേഷം പറയാനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൂടുതൽ അടുക്കും തോറും, യേശു ക്രിസ്തുവിനെ കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കും തോറും പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നും. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്കൊരു പനി വന്ന ശരീരത്തിൽ ചൂട് വരുമെങ്കിൽ, ക്ഷീണം വരുമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നാൽ വിശ്വാസം വർദ്ധിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വിശ്വാസവും ഉറപ്പും ധൈര്യമൊക്കെ അങ്ങോട്ട് വർദ്ധിക്കും. ആമേൻ. അപ്പോൾ ഇവിടെ എന്താണ് അബ്രഹാമിന് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാമിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാം പറഞ്ഞു ഇസ്മായേൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ അകത്തൊരു കൺവെൻഷനിലേക്ക് അബ്രഹാം എത്തി. അബ്രഹാമിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പിശാശ്, എടാ യഹോവ നിനക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇസഹാക്കിനൊന്നും തരാനൊന്നും പോകുന്നില്ല. അപ്പോൾ അബ്രഹാം പയ്യെ പറയാൻ തുടങ്ങി ഇസ്മായേൽ മതി. അപ്പോൾ ഇസ്മായേൽ മതി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ പരിശുദ്ധാത്മാവിന് വിരോധം സംസാരിക്കുക. പരിശുദ്ധാത്മാവ് ആ സാറയുടെ നിർജീവമായി പോയ ഗർഭപാത്രം തുറക്കാൻ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുക. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഇസ്മായേൽ അവിടെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാലതാമസങ്ങൾ വന്നാലും അതിൻ്റെ അർത്ഥം ദൈവം പറ്റിച്ചു എന്നർത്ഥമല്ല കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് നടക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ദൈവം വാക്ക് മാറിയിട്ടൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് തന്നിട്ടുണ്ടെങ്കിൽ, ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കും. ലൂക്കോസിലൊരു വാക്യമുണ്ട്, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ വാക്ക് ദൂതൻ വന്നിട്ട് പറയുക. അപ്പോൾ തക്ക സമയത്ത് നിവൃത്തിയാകുന്ന ദൈവത്തിൻ്റെ വാക്കിനെ പറ്റി ഗബ്രിയേൽ ദൂതൻ പറയുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മുടെ അകത്ത് ക്ഷീണം വരുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എനർജി ചോർത്തിക്കളയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാം കേട്ട് വിശ്വാസം എല്ലാം ബലപ്പെട്ട് അങ്ങോട്ട് കർത്താവ് എനിക്ക് വേണ്ടി വലിയ അത്ഭുതമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് സ്വോത്രമൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഭർത്താവ് ചോദിക്കുക, മക്കൾ ചോദിക്കുക, സഹോദരൻ സഹോദരി കൂട്ടുകാരൻ നാട്ടുകാരൻ ജോലി ചെയ്യുന്ന ആൾ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അകത്തൊരു തളർച്ച വന്നവരാരെങ്കിലും ഉണ്ടോ? ഒരു ക്ഷീണം, അതുവരെ ഉണ്ടായിരുന്നൊരു ബലവും ഉറപ്പും ഒക്കെ കുറഞ്ഞു പോയവരുണ്ടോ? ഉണ്ട്. അങ്ങനെ ഈ തളർച്ചയുടെ പേരാണ് വിശ്വാസത്തിന്റെ ചോർച്ച. അപ്പം ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ അവിടെ ഇരിക്കും, ചാർജ് കുത്തിയിടത്തില്ല. നമ്മളപ്പോൾ ചാർജ് കുത്തിയിടാത്തപ്പോൾ എന്ത് സംഭവം? നമ്മൾ ചാർജ് കുത്തിയിടും, പ്ലഗ് ഓൺ ആക്കത്തില്ല. അപ്പോൾ പിന്നെയും ബാറ്ററി ലോ ആയിക്കൊണ്ടേയിരിക്കും. ബാറ്ററി ലോ എന്നാ കുഴപ്പമെന്ന് അറിയാവോ? സൂം പ്രയറിൽ കയറാൻ പറ്റത്തില്ല. ബാറ്ററി ലോ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മൊബൈൽ കൊണ്ട് പിന്നെ ഉപയോഗമില്ല, പിന്നെ അത് ഡെഡായി പോകും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇങ്ങനെ ഒരു വാക്ക് കേട്ട് മനസ്സിങ്ങനെ തകർന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിളിച്ചു പറയണം, ദൈവം എന്താ വെച്ചിരിക്കുന്നത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞേക്കുന്നത്, എനിക്കത് കേട്ടാൽ മതി. ഇത് പിശാച് പറയുന്നതാ. അയ്യോ അല്ല ബ്രദറെ, എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞത്. അയ്യോ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നൊരു വിശ്വാസി എന്നോട് ഇത് ചോദിച്ചത്. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് എൻ്റെ അച്ഛനോ അമ്മയോ ഇത് ചോദിച്ചത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നെ അത്രയും സ്നേഹിതയാണ് എന്നോട് ചോദിച്ചത്. കണ്ടോ, ഇതാണ് അവൻ്റെ തന്ത്രം. അവരെ കയ്യിലെടുത്ത് അങ്ങനെ ചോദിക്കുമ്പം നമുക്കൊരു തളർച്ച ഉണ്ടായില്ലേ? ചിലപ്പോൾ ഭർത്താവ് വെച്ചെന്നിരിക്കും, സാറാമ്മച്ചി പറഞ്ഞില്ലേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ പൊക്കോ. സാറാമ്മച്ചി ഉന്തി വിടുക ആരുടെ അടുത്തോട്ട്?
ഹാഗർ എന്ന ദാസിയിലേക്ക് സാറായ അബ്രഹാമിനെ പറഞ്ഞു വിടുന്നത്. നീ ചെല്ലങ്ങോട്ട്, ആണോ അല്ലയോ നിങ്ങൾ പറ. സാറായാണ് പറഞ്ഞു വിടുന്നത്, നീ എന്ത് ചെയ്യുക, ഹാഗറിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, എനിക്കൊരു മകനെ വേണം. അപ്പോൾ ഇത് അബ്രഹാമിനുള്ള വലിയ ചോദ്യം. കാര്യം കൈകോർത്ത് പിടിച്ച് അത്ഭുതം നടക്കുമെന്ന് പറയുന്ന സാറാമച്ചി പറയുകയാണ്, എനിക്ക് ഒരു മകനെ കിട്ടിയാൽ മതി, ഇനി എനിക്ക് കൊച്ചുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ദാസിയിൽ നിന്ന് എനിക്കൊരു മകനെ കിട്ടിയാൽ മതി. അതുകൊണ്ട് അവിടെ തന്നെ എന്ത് സംഭവിക്കുന്നു, അബ്രഹാം ഒരു വെല്ലുവിളിയാണത്. അബ്രഹാം എന്തുകൊണ്ടാണ് ശാസിക്കാത്തത്? കാര്യം ഇത് ഭാര്യയാ, പിശാചല്ലല്ലോ. ലൂസിഫർ ആണോ ഇത് പറഞ്ഞത്? ഞാൻ ചോദിച്ചോട്ടെ, ലൂസിഫർ ആണോ ആ വാക്യം ഒന്ന് എടുക്കാവോ? ലൂസിഫർ ആണോ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് ദാസിയുടെ അടുക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞത്? ലൂസിഫർ ആണോ പറഞ്ഞത്, സാറായാണോ പറഞ്ഞത്? പറ. കണ്ടോ? പക്ഷെ ഇതാണ് പിശാചിൻ്റെ തന്ത്രം. അവൻ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നേരിട്ട് പറഞ്ഞാൽ അബ്രഹാം പറയും, യഹോവയാണ്, ദൈവമാണ്, എനിക്ക് ഉറപ്പാണ് അത്ഭുതം ചെയ്യും. പക്ഷേ ഇവിടെ പറഞ്ഞത് പിശാചല്ല, സാറയാ പറഞ്ഞത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ മനുഷ്യൻ്റെ വാക്കുകൾ ഓർക്കുന്നത് അത് പിശാചാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിശാച്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ അങ്ങനെയാണെങ്കിൽ ബ്രദറെ ഇവരെല്ലാം അകത്ത് പിശാചാണ്. അല്ല, ഇവർ പിശാചിനാൽ ഇവർ പൊസസീവ് ആകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്കറിയാം തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം തോട്ടത്തിൻ്റെ അകത്ത് ഹാഡത്തിൻ്റെ ഹൗവയുടെ മേൽ പിശാച് വന്നില്ല. അവരെ ട്രിക്ക് ഉപയോഗിച്ചു, അവരുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഉൽപ്പത്തി 16:2 നോക്കട്ടെ ആ വാക്യം. ഉൽപ്പത്തി 16:2 നമുക്ക് ഞാനൊരു വിഷയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇച്ചിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ആ വ്യക്തി സാറായ അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്കൊരു മകൻ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. നിങ്ങൾ നോക്കിയേ, അബ്രഹാം എന്ത് ചെയ്തു? ആരുടെ വാക്ക് അനുസരിച്ചത്? പിശാചിൻ്റെ വാക്കാണോ സാറയുടെ വാക്കാണോ? പറ. കണ്ടോ? അപ്പൊ പിശാച് അവിടെ ജയിച്ചോ ഇല്ലയോ? നിങ്ങൾക്കറിയാം, ഇന്നും ഇസ്രായേലിന് തലവേദനയായിട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. ഇന്നും അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെ. അന്ന് കാണിച്ചൊരു മിസ്റ്റേക്ക് ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ വെറുക്കാനല്ല, അവരിലൂടെ പ്രവർത്തിക്കുന്നത്. എന്നും പറഞ്ഞ് അബ്രഹാമിന് ഇപ്പോൾ സാറയെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒറ്റ ഒരു കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കളയാൻ പറ്റില്ല. ഇത് തിരിച്ചറിയണം. പിശാചിൻ്റെ തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ എനർജി വർദ്ധിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും ആദ്യം ഇറങ്ങിയ സമയത്തെ വിശ്വാസം പിന്നീട് ആളുകളിൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാനുള്ള മെയിൻ കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് നന്നായിട്ട് നമുക്ക് വിശ്വാസം ഉപയോഗിക്കേണ്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇരുട്ടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിശ്വാസം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ, ഇരുട്ടിൻ്റെ അകത്ത് വിശ്വാസം ഉപയോഗിക്കുമ്പോൾ ചാർജ് കുറയുന്നത് പോലെ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവത്തിൽ നിന്നല്ല, ഇത് പിശാച. അപ്പം തന്നെ ഓർത്തണം, ഇത് പിശാച. ഉടനെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ചാർജ് ചെയ്യണം. രക്തസ്രവക്കാരിയായ സ്ത്രീ പറഞ്ഞതുപോലെ, ഞാൻ യേശുവിനെ തൊടും, 12 വർഷമായിട്ടുള്ള എൻ്റെ രോഗബന്ധനം ഇന്ന് അഴിയും. അവൾ വാക്തത്വം വിശ്വസിച്ച് പറഞ്ഞു. ദൈവം പറഞ്ഞത് ഏറ്റുപറ. ദൈവം പറഞ്ഞത്. അപ്പം ഞാൻ ഉദാഹരണം എൻ്റെ മനസ്സിലത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഇടയിൽ ഒരു സഹോദരി, ഒരു പരിചയമില്ല, ഞാനൊരു ലിഫ്റ്റ് കൊടുത്തതാണ്, ഞാനും കുടുംബമായിട്ട് പോകുന്ന സമയത്ത് ആ സഹോദരി ആ വിഷയം പറയേണ്ട ഒരു കാര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫേവർ കൊടുത്ത സഹോദരിക്ക് രാത്രി സമയത്ത് ഒരു പുള്ളിക്കാരിക്ക് ഒരു ഫേവർ ലിഫ്റ്റ് കൊടുത്ത. അപ്പം ആ സഹോദരി ശരിക്കും പറഞ്ഞൊരു താങ്ക്സ് ആണ് പറയേണ്ടത്. പാതിരാത്രിയിലാണ് ഒരു ലിഫ്റ്റ് കൊടുത്തു. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉടനെ എടുത്തിട്ട് അത് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മളിപ്പം മാങ്ങയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കിപ്പോൾ ആ സമയത്ത് ചിക്കൻ കറി വെക്കേണ്ട കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ബന്ധവുമില്ലല്ലോ. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ആ സമയത്ത് ആ സഹോദരി ആ വിഷയം എടുത്തിട്ടു. അങ്ങനെ ഒരു വിഷയം സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് മനസ്സിലായി, പിശാച് നീ പ്രവർത്തിക്കുക. എനിക്കറിയാം ആ കാര്യം, ഞാനത് കൺഫർമേഷനായിട്ട് അപ്പം തന്നെ എടുക്കും.
അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നാൽ, ആ ഒരു വ്യക്തി എന്നോട് ചോദിച്ചാൽ ഉടനെ എനിക്ക് കൺഫേം, പിശാചേ എനിക്ക് മനസ്സിലായി, എൻ്റെ വിശ്വാസം എവിടെയൊക്കെയോ തൊടുന്നുണ്ട്, നിന്നെ എവിടെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്, നിന്നെ എവിടെയൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അത്ഭുതം നടക്കുമെന്നുള്ള ഉറപ്പ് നിനക്കത് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് നീ ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. ഞാൻ വീണ്ടും പറയാം, ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ്, ചിന്ത, ചുറ്റുവട്ടമുള്ള ആളുകൾ, ഇതുപോലെയുള്ളത് ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പിച്ച് പറയാം, അസാധാരണമായൊരു വിശ്വാസം നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അസാധാരണമായൊരു വിശ്വാസം നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിശാചിന് മനസ്സിൽ ഇതെവിടെയൊക്കെ അവന് കുത്തുകൊള്ളുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ നോക്കുവാണ്? നിങ്ങളെ കൊല്ലാനോ തകർക്കാനോ ഇടിക്കാനോ നശിപ്പിക്കാനോ അവന് കഴിയത്തില്ല. പകരം എന്ത് ചെയ്യാൻ നോക്കും? നിങ്ങളുടെ ആയുധം വിശ്വാസമാണ് പ്രിയരെ. നിങ്ങളുടെ ശക്തി വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസമാണ് നിങ്ങളെ ഏറ്റവും ബലശാലിയാക്കുന്ന. അറിയാവോ? മലകളെ ഇടിക്കുന്ന വിശ്വാസം നിങ്ങളുടെ അകത്തുള്ളത്. ബൈബിൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കി, ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തിരിക്കുന്നത്. മരിച്ചവനെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള വിശ്വാസമാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. മരിച്ച ഡെഡ് ബോഡിയെ പോലും എടിയിപ്പിക്കാൻ തക്കതായ പവറുള്ളൊരു ഫെയ്ത്ത് നിങ്ങളുടെ അകത്തുണ്ട്. അറിയാവോ? ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാ. നിങ്ങൾ പോയി ദൈവരാജ്യം അറിയിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. ഇത്രയും പവറുള്ളൊരു വിശ്വാസമുള്ളവരാ നിങ്ങൾ. ഈ നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തി കളഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ചാർജ് ഇല്ലാത്തൊരു മൊബൈൽ ഫോൺ വെറും വേസ്റ്റാ. അറിയോ? മൊബൈൽ ഫോണിന് ചാർജ് ഇല്ലെങ്കിൽ അത് വേസ്റ്റാണ്, ഒന്നിനും കൊള്ളില്ല, യൂസ്ലെസ് ആണത്. വെറും ഒരു എന്താ പറയുക, ചതുരപ്പെട്ടിയത്. പക്ഷെ അതിന് ചാർജ് ഉണ്ടെങ്കിലോ, ഒരു സ്ഥലത്തോട്ട് പോയി ലൊക്കേഷൻ ഇടാം, ഫോൺ ചെയ്യാം, വാട്സാപ്പ് യൂസ് ചെയ്യാം, വിവരങ്ങൾ, ഇൻഫർമേഷൻ ഗൂഗിളിൽ നോക്കാം, എന്ത് വേണേലും എടുക്കാൻ പറ്റും. പക്ഷെ അത് ചാർജ് ഇല്ലെങ്കിൽ വേസ്റ്റാണ്. ഇതേപോലെയാണ്, നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പവർ. ഇത് ചോർത്തിക്കളയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണോ ഇപ്പോഴുള്ളതിനെ വിശ്വസിക്കരുത്. ഇപ്പോൾ കാണുന്നതൊന്നും മൈൻഡ് ചെയ്യരുത്. എനിക്കറിയാം ഇത് കേൾക്കുമ്പം ഇത് നിസ്സാര കളിയല്ല. പക്ഷെ അതിന് ഞാൻ പറയാം, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് ഒരു നിയോഗം തന്നാൽ കണ്ടിന്യൂ ചെയ്യും. ഇനി വിശ്വാസം വർദ്ധിക്കാൻ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. വിശ്വാസം പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കണം. വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള കൂട്ടുകാരുടെ അടുത്ത് കൂടുതൽ ബന്ധപ്പെടണം. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വാസം ലഭിക്കുന്ന പ്രസംഗങ്ങൾ, ചണ്ടപ്പുറത്ത് കോല് കുത്തുന്നവർ എല്ലായിടത്തും പോകാനല്ല ഞാനീ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. സാറാമ്മച്ചിയെ പോലുള്ള ആൾക്കാർക്ക് ചെവി കൊടുക്കരുത്. സാറാമ്മച്ചിയെ പോലുള്ള ആൾക്കാർക്ക് ചെവി കൊടുത്താൽ നിങ്ങളുടെ വിശ്വാസം ചോർത്തിക്കളയും. പകരം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്ന കൂട്ടായ്മയിൽ കൂടുതൽ ആക്റ്റീവ് ആകണം. വിശ്വാസം പറയുന്ന കൂട്ടുകാരെ കണ്ടെത്തണം. അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചോർന്നു പോയ വിശ്വാസം, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ആദ്യ വിശ്വാസത്തിൻ്റെ ഇരട്ടി പവറിലേക്ക് നിങ്ങൾ കയറി വരും. ആമേൻ. 2016 ഞാൻ എപ്പോഴും ഓർക്കുന്നത്, എൻ്റെ വിശ്വാസത്തിൽ വലിയൊരു കോട്ടം തട്ടിയ കാലഘട്ടമായിരുന്നു. എൻ്റെ വിശ്വാസത്തിൽ 2016-17 കാലഘട്ടത്തിൽ എൻ്റെ വിശ്വാസത്തിൽ വലിയ കോട്ടം തട്ടിയിട്ട് ഞാൻ ഒത്തിരി അങ്ങ് സാധാരണ ഒരു വല്ലാത്തൊരു മൈൻഡിലേക്ക് പോയി. അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം? അന്ന് എനിക്കുണ്ടായിരുന്ന സകല കൂട്ടുകെട്ടുകളെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. ഞാനത് വെറുത്തില്ല, സ്നേഹിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയുള്ള കണക്ഷൻ എല്ലാം മുറിച്ച് കളഞ്ഞു. അവരെ സ്നേഹിക്കുന്നു, എനിക്കവരോട് വെറുപ്പില്ല. അങ്ങനെയുള്ള സകല കൂട്ടും ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് വചനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിലും എനിക്ക് വിശ്വാസത്തിൽ ഒരു ബലം തരുന്ന ആൾക്കാരെ ഞാൻ കണക്റ്റ് ആകാൻ തുടങ്ങി. ഞാൻ വിഷമിച്ചിരിക്കുമ്പം, തളർന്നിരിക്കുമ്പം, ഇല്ല കർത്താവ് സഹോദരൻ അത്ഭുതം ചെയ്യും, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കൂടുതൽ ബന്ധപ്പെട്ടു. നിരാശപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, അവിശ്വാസം പറയുന്ന, ചോദ്യം പറയുന്ന, എന്നെ എന്ത് ചെയ്യാൻ നോക്കുക, തളർത്താൻ നോക്കുന്ന സകല കണക്ഷൻ ഞാൻ മുറിച്ചു കളഞ്ഞു. സകലത് ഞാൻ ബ്ലോക്ക് ചെയ്തു. ആമേൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വിശ്വാസത്തെ ചാർജ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിയുമെങ്കിൽ ഈ ഒരു സന്ദേശം നിങ്ങൾ റിപ്പീറ്റ് കേൾക്കുന്നത് വീണ്ടും വീണ്ടും നല്ലതാകട്ടെ. എല്ലാ ദിവസവും ഈ ഒരു സന്ദേശം, എസ്പെഷ്യലി ഈ ഒരു വചനം ഈ ഒരു യൂട്യൂബിലുണ്ട്. ഇതൊന്ന് ഡെയിലി കേൾക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം, എല്ലാ ദിവസവും എത്ര അരമണിക്കൂറൊക്കെ കാണത്തുള്ളൂ. ഇതൊന്ന് കേൾക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നമുക്കൊരു അവയർനെസ് കിട്ടുന്നൊരു വചന സന്ദേശമാണിത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറയണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ കർത്താവ് എനിക്ക് വേണ്ടി രോഗം വഹിച്ചു. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു.
കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു. ഞാൻ അത്ഭുതം കാണും. അത്ഭുതം കാണും. ഇന്ന് കാണും, നാളെയല്ല. ഇന്ന് എൻ്റെ രോഗം, ഇപ്പോൾ വേദനയായി ഭാരപ്പെടുന്നവർ, ഇനി ആ വേദന അവിടെ ഇല്ല കേട്ടോ. ആരെങ്കിലും വേദന കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആ രോഗത്താലോ വേദനയാലോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ ശരീരത്തിൽ നിന്ന് വേദന, രോഗം വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പോൾ ഇപ്പോൾ സംഭവിക്കുക. കൈ അവിടെ വെച്ച് ആരെങ്കിലും സൂമിലോ ലൈവിലോ ഇപ്പോൾ ആ വേദന, കഴുത്ത് വേദന ആയിക്കോട്ടെ, എവിടെയോ വേനക്കോട്ടെ, ഒന്ന് ചെക്ക് ചെയ്തേ, തിരിച്ചു മറിച്ചു വെക്കെ ഒന്ന് കൈ വെച്ചിട്ട് നോക്കിക്ക് എന്താണോ ബുദ്ധിമുട്ട് പറ്റാത്തത് അതെല്ലാം ഇപ്പം ചെയ്തേ. ഇപ്പോൾ അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കൈ അവിടെ വെച്ച്. ഇപ്പോൾ ഞാൻ ഇതിന് ശേഷം ചോദിക്കും, ആർക്കെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അത്ഭുതമാണ്, അത് പറയാനുള്ള അവസരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്ന രണ്ട് പ്രസീതമാരെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ രണ്ട് പ്രസീതമാരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസീത ഉണ്ടെങ്കിൽ 2 പെൺകുട്ടികളുള്ള പ്രസീത ഇതിൻ്റെ അകത്തുണ്ടോ? 2 പെൺകുട്ടികളുള്ള പ്രസീത ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് റിസീവ് ചെയ്ത്. 2 പേരെ ഞാനിത് കാണുന്നുണ്ട്. അതല്ലാതെ സൂമിലോ ലൈവിലോ ആണെങ്കിൽ 2 പെൺകുട്ടികളുള്ള പ്രസീത ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് ആ കുടുംബത്തിൽ 2 പെൺകുട്ടിയുള്ള പ്രസീത. അപ്പം ഞാൻ നിങ്ങളുടെ 2 പേരുടെയും പേര് കണ്ടു, ഇതിൻ്റെ അകത്ത് കണ്ടു. ഇപ്പം അതല്ലാതെ 2 പെൺകുട്ടിയുള്ള പ്രസീത ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവിൻ്റെ പറഞ്ഞത്. അതുമായിട്ട് പറഞ്ഞോ. ബ്രദർ എന്റെ കസിനാണ്, അവള് ഈ യൂട്യൂബിൽ അടിക്കടി കയറുന്നതാണ്. ഇന്നില്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. രണ്ട് പെൺകുട്ടികളുണ്ട് അവൾക്ക്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രശ്നം. ഇന്ന് ശിശുവിടെ വേണം. ഇത് കർത്താവിനോട് പറയാൻ ആണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഇതിലെ പേര് ഞാൻ കണ്ടു, പക്ഷേ ആ 2 പെൺകുട്ടിയുള്ള പ്രസീത എന്ന് പറഞ്ഞത് കർത്താവ് എന്ന കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി വലിയൊരു വരുമാന മാർഗം ദൈവത്താൽ തുറക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിന് ഈ സമയത്ത് രോഗികളുള്ളത് കൈയെടുത്തല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയാത്തത് ചെയ്തുകൊണ്ടിരുന്നേ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ ഫ്രെഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ടാണ് പറയുക. ഫ്രെഡി ഉള്ള ഒരു ഭവനത്തെ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് പലരെയും ഇരുത്തിക്കളഞ്ഞൊരു വീടാണ്. ഒരു സമയത്ത് നന്നായിട്ട് നന്മ കയറിയ കുടുംബമാണ്. പക്ഷേ പിന്നീട് എന്തു സംഭവിച്ചു? ആ കുടുംബത്തിൻ്റെ അകത്ത് ചില എന്താ പറയുന്നത്, ഒരു വലിയൊരു വാങ്ങൽ പോലെ വന്നിട്ട് സഹോദരിയുടെ മോന്റെ വീടാണ്. ആ വീടിനെ പറ്റി ഞങ്ങൾ പലരെയും ഇരുത്തിക്കളഞ്ഞൊരു വീടാണ് ഞാൻ കാണുന്നത്. ഒത്തിരി ഉയർച്ചയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് താന്നു പോയിട്ട് അടിഞ്ഞു പോയൊരു കുടുംബമാണത്. ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ഇന്ന് കരകയറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് ഒത്തിരി ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് സ്തുതിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു മോതിരത്തിൽ പിയിൽ ആരംഭിക്കുന്ന ലെറ്ററിൽ ഒരു പേര് തുടങ്ങുന്ന ഒരു മോതിരം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. പിയിലാണ് ആ ഒരു മോതിരത്തിൽ ഒരു ലെറ്റർ ആരംഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര് അതിൽ എഴുതിയേക്കുന്നതാണ്, അതിൽ പിയിലാണ് ആരംഭിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുക. ഇന്ന് പറയാനല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. ഈ സൗണ്ട് സമയത്ത് അല്ലാതെ ആരും മ്യൂട്ട് മാറ്റണ്ട. പറയാനുള്ളവർ പറഞ്ഞു. ആ എന്റെ പത്മകുമാർ പി, അതാരത്? എന്റെ ഹസ്ബൻഡ്. ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എന്നോടൊരു വാക്കിന് ദൈവം പറയുന്നത്, നഷ്ടപ്പെട്ടതിനെ കർത്താവ് കുടുംബത്തിൻ്റെ അകത്ത് നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട, അത് ഏറ്റെടുത്താൽ മതി. കർത്താവ് എന്നാൽ അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് ഇത് സ്തുതിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം എന്നെ കാണിക്കുകയാണ്. ഈ നമ്മൾ സാധാരണ ബൾബ് ഇടുന്നത് സാധാരണ ലൈറ്റാണ്, മഞ്ഞ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ലൈറ്റാണ്. പക്ഷേ ഒരു റെഡ് കളറിലെ ലൈറ്റ് കയറി വരുന്ന ഹോളിൽ ഒരു ഡോറിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ഒരു ഡോറിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു റെഡ് കളറിലെ ബൾബ് ഇട്ടിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചതാണ്. ഈ ബൾബ് ഇട്ടിരിക്കുന്ന വീട് ഈ കഴിഞ്ഞ് അകത്തോട്ട് കയറുന്ന ആ മുറിയിൽ സ്റ്റേ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ കുടുംബത്തെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. എൻ്റെ കർത്താവ് പറയുകയാണ്, തടസ്സമായി നിന്നിരുന്ന ഞാൻ കാണുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ വിഷയത്തെ കർത്താവ് ഇന്ന് അവിടെ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുവാൻ വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ ബിൽ പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ സിസ്റ്ററുടെ വീട് ഈ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ വീടാണോ? അതെ അതെ. ഇപ്പം നമ്മൾ കണ്ടത് സിസ്റ്ററുടെ വീടിൻ്റെ അകമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. ഏറ്റെടുത്ത സിസ്റ്റർ ആ മുറിയിലുള്ള വ്യക്തിയെ കർത്താവ് തൊടുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. ഈ സമയത്ത് സാമ്പത്തിക കുരുക്കുകൾ അനുഭവിക്കുന്നവരുണ്ട്. കൊടുക്കൽ വാങ്ങൽ നിമിത്തമുണ്ടായ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പൈസയുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം അതിന് ശേഷമുണ്ടായ ചില ചോദ്യങ്ങളും അത് നിമിത്തം അതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൻ്റെ അകത്ത് പിന്നെ ഉണ്ടായത് മുഴുവൻ സാമ്പത്തിക കുരുക്കുകൾ കയറി വന്ന് പിന്നീട് ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചൊരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ട് പറയുന്നു. സാമ്പത്തിക കുരുക്ക് കയറി വന്നതാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലിൽ നിന്ന് അഴിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. എല്ലാ പ്രതിസന്ധിയും ഇന്ന് മാറട്ടെ. കുരുക്കഴിയട്ടെ. ഉയർച്ച അവിടെ ഉണ്ടാകട്ടെ. അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ. പറഞ്ഞു. എന്റെ മരുമകനാണ് ജോർജ് ബ്രദറെ, മരുമകനാണ് ജോർജ്. അതെ. ഈ പറഞ്ഞ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രാർത്ഥനാ വിഷയം അയച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. അതായത് ഈ വിഷയമാന്ന് പറഞ്ഞു, ജോർജിന്റെ വിഷയമാന്ന് പറഞ്ഞിട്ട് പേര് വല്ലതും അടിച്ചിട്ടുണ്ടോ എന്നോട്? ഉറപ്പാണോ? വിഷയമൊന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട് ബ്രദർ. പേരൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് ഇന്ന് ആ വിഷയത്തെ തൊടുവാട്ടെ. കുരുക്കാണ്, സാമ്പത്തിക കുരുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നമ്മൾ അറിയാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ആ കുരുക്ക് അഴിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവാഭ്യർത്ഥിയുടെ പേര് വെളിപ്പെട്ട് ആ വിഷയത്തെ കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവിനെ തീർക്കുകയാണ്. ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ലിറ്റി എന്നൊരു പേര് കാണിക്കും. അത് ഒഫീഷ്യൽ നെയിമാണ്, വിളിപ്പേരാണ് കരുത്തില്ല. ലിറ്റി എന്നൊരു പേര് കർത്താവിനെ കാണിക്കും. ലിറ്റി. ആ ഒരു കുടുംബത്തിൽ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്ന ലിറ്റീനെ ദൈവം തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവപ്രവൃത്തി ആ ലിറ്റിയുടെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് സ്തുതിക്കുന്നപ്പ, വലിയ അത്ഭുതത്തിനായി സ്തുതിക്കുന്നപ്പ, ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നില്ല. പറയാനല്ലെങ്കിൽ മ്യൂട്ട് മാറ്റല്ലേ. കർത്താവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയാനാണ് ബ്രദറെ. എൻ്റെ മകളാ ലിറ്റി. ലിറ്റി എന്ന് പറഞ്ഞ സിസ്റ്ററുടെ മോളല്ലേ? അതെ. കർത്താവിന് തൊടുവാ കേട്ടോ. എവിടെയാ ആളിപ്പം? വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് കർത്താവ് തൊടുക. എന്നോട് ഈ മോളുടെ കാര്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. ഇപ്പോഴാ തടസ്സം അവിടെ നീങ്ങി കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് സ്തുതി. ഇത് പറയുമ്പോൾ ആ ബന്ധനം ഇന്ന് ആ കുടുംബം വിട്ട് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയും, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം എൻ്റെ അവകാശമാണ്. ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി.
ഈ സമയം നമുക്ക് നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്ന എല്ലാവർക്കും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒത്തിരി വരുന്നതുകൊണ്ടാണ്, പ്രയർ റിക്വസ്റ്റും എല്ലാം കൂടെ മിങ്കിളായിട്ട് വരുന്നതുകൊണ്ടാണ്. എങ്കിലും കർത്താവിൻ്റെ വയലിൽ വിതച്ചവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒറ്റ പൈസ ഒരു നന്മ പോലും ചോർന്നു പോകത്തില്ല, പാഴായി പോകത്തില്ല. ഞാൻ വചനത്താൽ അനുഗ്രഹിക്കും. നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ ഒന്നും നഷ്ടപ്പെടത്തില്ല. വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും നിനക്കുണ്ടാകുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് വിതയ്ക്കുന്നവരോട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട് എപ്പോഴും, നിങ്ങൾ വിതച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഇതിൻ്റെ അകത്ത് കർത്താവിനാൽ സാക്ഷ്യമായി ദൈവം തീർക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടവരുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ട, നിങ്ങളത് ഏറ്റെടുത്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് രോഗികൾ ആരെങ്കിലും എന്നെ യൂട്യൂബിലോ ലൈവിലോ ഒക്കെ കൈവച്ചേ, നിങ്ങൾക്ക് ഈ രോഗിയായി ഇത് അറിഞ്ഞിട്ട് നമുക്കിനി രോഗിയായിരിക്കാൻ പറ്റില്ല. അത് ആ രക്തസ്രവക്കാരിയായ 12 വർഷമുള്ള സ്ത്രീ പറഞ്ഞ വാക്കാണ്, ഞാൻ യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകും. കാര്യം എന്തുവാ? യേശു വന്നാൽ പിന്നെ സൗഖ്യമാണ്. യേശു മുറിവേറ്റത് കൊണ്ട് അത്ഭുതമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉള്ളവർ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ പറ്റും, സാക്ഷ്യങ്ങൾ അയക്കാൻ പറ്റും. നേരിൽ വന്ന് പറയാൻ കഴിയുന്നവർ നേരിൽ വന്ന് പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു പറഞ്ഞു ഹലോ. അപ്പോ അത് കുട്ടികളുടെ അച്ഛന്റെ പേരാണ്. ഞാൻ പറഞ്ഞില്ലേ, മാനസികമായ പ്രശ്നമുണ്ട്, ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറയാൻ നോക്കുമ്പോ എന്താന്നറിയില്ല, നെറ്റ്വർക്ക് കട്ടായി പോയി. യൂട്യൂബിൽ കണ്ടതാണത്. കുഞ്ഞുങ്ങളുടെ സതീഷ് കുടുംബത്തെ തുടർന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷി, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവയുടെ അത്ഭുതം കർത്താവ് ചെയ്യും കേട്ടോ. എന്റെ മക്കളുടെ അച്ഛനാണ്. കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറ്റും സിസ്റ്റർ കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ ഇവിടെ ദുബായിൽ എത്തി ബ്രദറെ. എനിക്ക് അന്നേരം ഞാൻ സാക്ഷ്യം പറയാൻ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൃപയാൽ എത്തി ഒരാഴ്ചയായി ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്ക് സൂമിൽ കയറാൻ സമയം ഇതായതായിരുന്നേ. ഓക്കെ സിസ്റ്റർ, നമ്മൾ മറ്റേ ആ പറഞ്ഞതല്ലേ, മറ്റേ ആ ഒരു പെറ്റ് ഉണ്ടായിരുന്ന വീടിന്റെ ഒക്കെ അത് നിങ്ങൾ ഈ സാക്ഷി എത്ര പേര് കേട്ടോ? സിസ്റ്റർ ഈ അന്ന് സംസാരിച്ച സമയത്ത് സിസ്റ്റർ വലിയ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ദൈവിക ആലോചന കർത്താവ് ഇടപെട്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരെന്നാ സിസ്റ്റർ എന്ന് വെളിപ്പെട്ടത്? മോളുടെ റീബ എന്ന് പറഞ്ഞൊരു മോള് കർത്താവ് കാണിക്കുന്നു. അതിലൊരു പെറ്റുമായിട്ട്, അത് അകത്തിരിക്കുന്നു, അതായത് ഒരു പെറ്റിനെ പിടിച്ചുകൊണ്ട് അകത്തിരിക്കുന്നതാണ് കർത്താവ് കാണിക്കുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്നൊരു വ്യക്തിയെ തൊടുന്നു. അപ്പോൾ ഓർക്കുന്നുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞത്, സിസ്റ്റർ ദുബായിലേക്ക് പോകാൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുമായിരുന്നു. അന്ന് ഇതൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല, പ്രാർത്ഥന വിഷയം പോലും. ഇന്ന് സിസ്റ്റർ ഇപ്പോൾ അവിടെ എത്തി. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് സിസ്റ്റർ? ദുബായിലാണോ? എവിടെയത്? ദുബായിൽ. അപ്പോൾ ഈ ആലോചന കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ എവിടെയായിരുന്നു? നാട്ടിൽ. എന്നാലോചിച്ച് നോക്കി, ഈ ആലോചന കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ നാട്ടിലായിരുന്നു. ഇന്ന് അതിൻ്റെ നിവൃത്തി, അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഒരു കാര്യം ആലോചനയിലൂടെ ഇടപെട്ടാൽ അത് പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. എത്ര നാൾ മുമ്പ് സിസ്റ്റർ അത് കേട്ടത്? എത്ര നാളെടുത്തു അത്? ഒരു മാസത്തിന് മുമ്പ്. അതെ. അന്ന് സിസ്റ്റർ കൺഫ്യൂഷനായിട്ട് നിൽക്കുമായിരുന്നു അല്ലേ, പോകണോ വേണ്ടയോ എന്നുള്ള. അതെ. ഒരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് യൂട്യൂബിലാണ് ഇത് കഴിയുമ്പോഴാണ് ഞാൻ കേൾക്കണത്. സെബാസ്റ്റ്യൻ എന്ന പേര് പറഞ്ഞില്ല, അതെന്റെ ഹസ്ബൻഡാണ്. മോനോർത്ത് ഇങ്ങനെ ഭാരപ്പെടണ. അപ്പൊ ഒരു വഴി റോസ് നിറത്തിലുള്ള മുറിയുടെ ഇതൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ ആലോചന പറഞ്ഞായിരുന്നില്ലേ, എന്റെ ഭർത്താവ് ഏറ്റെടുത്തേട്ടെ അവർക്ക്. സിസ്റ്ററുടെ ഭവനമായിരുന്നു ആ കളർ പെയിന്റ് അടിച്ചതൊക്കെ. അതെ. ഓ സ്വോത്രം, വലിയ ഉറപ്പാണ് കർത്താവ് കൊടുത്തോട്ടത്. നിങ്ങൾക്കിത് എത്രത്തോളം ഈ ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം കർത്താവ് അത് കാണുന്നു, എത്രത്തോളം ദൈവം അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തുതി ഞാൻ പറയുന്നു. വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ. എന്നാൽ കേട്ട പ്രവചന ആലോചനയുടെ നിവൃത്തിയാണെന്ന് സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഏറ്റെടുത്തോ. കർത്താവ് ആ ഭർത്താവിൻ്റെ പേര് വെളിപ്പെടുത്തി, ആ മകൻ്റെ വിഷയം
ആ വീട് എല്ലാം കർത്താവ് വെളിപ്പെടും. അപ്പോൾ ഉറപ്പ് നമുക്ക് തരുമോ ദൈവം? ഈ പ്രവചന ആലോചനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് തരും. ഒന്നും കൂടെ ദൈവം നമ്മളെ ഉറപ്പിക്കും. ഇതൊക്കെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞാട്ടെ. പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ ഹലോ പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഈ ജോർജിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ജോർജ് എന്ന് പറയുന്നതിന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടല്ലോ. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം, പോപ്പുലർ ഫൈനാൻസിൽ പൈസ ഇങ്ങനെ ജോർജ് എന്ന് പറയുന്ന മാനേജർ കയ്യിലാണ് കൊടുക്കുന്നത് ആദ്യമായിട്ട്. അങ്ങനെ കുറെ അധികം രൂപ ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഫൈനാൻഷ്യൽ പ്രോബ്ലം ജോർജിന്റെ വേണ്ടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററെ, സാമ്പത്തിക കുരുക്കുകളാണ്. കുരുക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പൊട്ടുകയാണ്. അത് ഏറ്റെടുത്തോണം. ആ വ്യക്തിയുമാണ്. ഞാൻ പറഞ്ഞ ഒരേ ആലോചന ഒരേപോലെ എടുത്തില്ലെങ്കിൽ സാമ്പത്തിക കുരുക്കുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോലെ ഞാൻ നിങ്ങളെപ്പോഴും പറയും, ദൈവഹിതം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിൽ എടുക്കാം. ഒരു തവണ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പൈസ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമായിക്കോട്ടെ, ഇതിപ്പോൾ എല്ലാവരോടും ഞാൻ ഒരുമിച്ച് പറയുകയാണ്, ഇതിൻ്റെ അകത്ത് ദൈവഹിതമല്ലാത്തൊരു കൈകൊടുപ്പ് നിങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നന്മയാകത്തില്ല, തിന്മയാകും. അതുപോലെ പലരുടെയും ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവർ? ബ്രദറെ, പറഞ്ഞു. 2 ദിവസമായിട്ട് ഞാനൊരു 4 വർഷമായിട്ട് കണ്ണാടി വെക്കുന്നതാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഞാനൊരു പരിപൂർണമായിട്ട് ഇങ്ങനെ ഒരു ഇത് എടുത്തു. ഞാൻ ഇനി കണ്ണാടി വെക്കാതെ ദൈവം എനിക്ക് കാഴ്ച പൂർണ്ണമായിട്ട് തരുമെന്ന് ഇപ്പോൾ എനിക്ക് ബൈബിളെല്ലാം വായിക്കാൻ പറ്റി. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിപൂർണമായിട്ട് എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. ഇപ്പൊ എനിക്ക് കണ്ണാടി ഇല്ലാതെ തന്നെ വായിക്കാൻ പറ്റും. ദൈവത്തിന് എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ബ്രദറെ? 3-4 വർഷമായിട്ട് ഉപയോഗിക്കാറുള്ളതായിരുന്നു. അതായത് 3-4 വർഷമായി എങ്ങനെ ദൈവം എനിക്ക് സൗഖ്യം തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണാടി എടുത്ത് കളഞ്ഞു. ജോലി സമയത്ത് ഉപയോഗിച്ചില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റും. ഇത് വലിയ അത്ഭുതമാകട്ടെ. കാരണം വെച്ചാൽ ബ്രദറെ ഒരു നിമിഷം ഒന്ന് കേട്ടോട്ടോ. ഒന്ന് സാക്ഷ്യം, അനേകർക്ക് ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. 4 വർഷമായിട്ട് ബ്രദറെ കണ്ണാടി ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം ഈ കണ്ണാടി വെക്കുന്നയാൾക്ക് പിന്നീടൊരു മോചനമില്ല അല്ലേ? കണ്ണാടി വെക്കുന്നയാൾക്ക് പ്രത്യേകിച്ച് കണ്ണാടി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ച വർദ്ധിക്കത്തില്ല. ഓരോ വർഷം കുറയും തോറും അതിൻ്റെ പവർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടിയാണ്. പക്ഷെ ബ്രദർ വചനം കേട്ടൊരു തീരുമാനമെടുത്തു, യേശുവിൻ്റെ തിരുമുറിവിനാൽ കാഴ്ച കർത്താവ് തരും. കർത്താവിൻ്റെ മുറിവിൽ അത് വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വെച്ചു. ഇന്ന് ബ്രദർ പറഞ്ഞ സാക്ഷ്യം കേട്ട് ഇപ്പൊ ബ്രദറെ കണ്ണാടി ഇല്ലാതെ ബ്രദറിന് ഇപ്പൊ അതുപോലെ തന്നെ കാണാവോ? ഞാൻ ഇപ്പൊ ബൈബിളെല്ലാം വായിച്ചു, കണ്ണാടി ഇല്ലാതെ തന്നെ വായിച്ചു. നേരത്തെ കണ്ണാടി വേണമായിരുന്നോ ബൈബിൾ വായിക്കണമെങ്കിൽ? ഈ 4 വർഷമായി ഞാൻ ഇപ്പൊ ഇതിൽ മാറ്റി ആദ്യം ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ എനിക്ക് അത് വായിക്കാൻ പറ്റില്ല. എന്നിട്ട് വേറെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. പവർ കൂട്ടി. ഞാൻ ഈ ബുധൻ 2 ദിവസം കൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി കണ്ണാടി വെക്കില്ലെന്ന്. ഇപ്പൊ ഈ പ്രേയറിൽ കയറിയപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റും. ഇപ്പോഴാണോ ബ്രദറിന് അത് കിട്ടിയത് അതോ ഇപ്പൊ കിട്ടിയതാ? ഓ, ഇപ്പൊ സൗഖ്യം കിട്ടിയതാ. ഓ, അത് വലിയൊരു അത്ഭുതമായിട്ട് സിസ്റ്റർ പറഞ്ഞത്. ബ്രദർ പറഞ്ഞാല് ബ്രദർ എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ ഇവിടെ ബാംഗ്ലൂരാ ബ്രദറെ. ബാംഗ്ലൂർ. പറ്റുവാണെങ്കിൽ നമുക്ക് കോട്ടയത്തോ എറണാകുളത്തോ ഫെബ്രുവരിയിൽ ഈ സാക്ഷ്യം നേരിട്ട് വന്ന് പറയുവാൻ ബ്രദറിനെ കാണിച്ചാൽ അനേകർക്ക് ഇതൊരു വിശ്വാസം വരേണ്ട കാര്യം. അനേകരുടെ ചിന്തയിൽ കണ്ണ് പോയി കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടി വെച്ചാൽ ജീവിതകാലം മുഴുവൻ കണ്ണാടി വെച്ചിരിക്കേണ്ട നാളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് കേട്ടില്ല, സാക്ഷ്യം വലിയൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഴ്ച വർദ്ധിച്ചു. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി, ബ്രദറിനെ അത്ഭുതം ചെയ്തതിന് നന്ദി. അപ്പോൾ കഴിവെങ്കിൽ ഞാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ സാക്ഷ്യം പറയുക. കർത്താവ് വലിയ പ്രവൃത്തിയെ ഇനിയും ചെയ്യും. ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇതേപോലെ ഓരോ പ്രശ്നം വരുമ്പോഴും ഈ വിശ്വാസം ഉപയോഗിച്ചോണം. അത് വലിയൊരു സ്പർശനം ദൈവം ചെന്നതാണ് കേട്ടോ, രോഗസൗഖ്യം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ബ്രദർ, കേൾക്കാവോ? പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് ക്രിസ് എന്നാണ്. ഞാൻ ഇപ്പം കാനഡയില് നേഴ്സായിട്ട് ജോലി ചെയ്യുവാണേ. അപ്പം എനിക്ക് 1 വർഷമായിട്ട് ഒരു കാഷ്വൽ ഒരു നേഴ്സിംഗിന്റെ ജോലി മാത്രമേ ഉള്ളായിരുന്നു.
ഞാൻ പല സ്ഥലത്തും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് ഈശോയുടെ തിരുമുറിവിനാൽ എനിക്ക് ജോലി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ അത് പറഞ്ഞ് ജോലി സ്ഥലത്തും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഒരു സാധ്യതയില്ലാതെ ഞങ്ങളുടെ മാനേജർക്ക് പുതിയൊരു സ്ഥലത്ത് ജോലി കിട്ടി. അങ്ങനെ ആ പോസ്റ്റ് അവിടെ ഓപ്പൺ ആയി. അപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരും അത് അപ്ലൈ ചെയ്തില്ല, ഞാൻ അപ്ലൈ ചെയ്തു. ഇന്നലെ അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. യേശു എന്റെ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്യും സിസ്റ്റർ. ഇത് പറഞ്ഞാൽ മതി, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അവിടെ അത്ഭുതം കാണുമെന്ന് പറഞ്ഞോണം. അതുപോലെ തന്നെ സംഭവിക്കും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ പറഞ്ഞോ. ഹലോ ബ്രദറെ, ഞാൻ ഇപ്പം എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു. ഷുഗർ, അവന് 4 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. 350 ഒക്കെ ആയിരുന്നു. അവന് 33 വയസ്സുണ്ട്. ഇപ്പൊ അവന്റെ ഷുഗർ 180 ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഷുഗർ നോർമൽ ആയിരിക്കുന്നു. അതുപോലെ ബ്രദർ പ്രാവശ്യം അമ്മണി പറഞ്ഞ എൻ്റെ അമ്മണിക്കൊരു അനിയത്തിയുണ്ട്, അവരുടെ മകൻ വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞു. അത് എൻ്റെ മകനാണ്. അവൻ 33 വയസ്സായതാണ്. ഇപ്പം കല്യാണത്തിനൊന്നും അവൻ എസ്സല്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കണം, വിവാഹം നടക്കാൻ വേണ്ടി. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സാഹിബ് പറഞ്ഞ പോലെ തന്നെ അത് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, കർത്താവ് ചെയ്ത രോഗസൗഖ്യം, ഷുഗർ അത്രയും ഹൈ ആയിട്ട് നിന്ന ആളായിരുന്നു, പക്ഷേ പ്രാർത്ഥിച്ചു, കർത്താവ് അത് നോർമലിലേക്ക് എത്തിച്ചു. അത് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ കർത്താവ് ആ വ്യക്തിയുടെ അമ്മണി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെ കർത്താവ് വലിയൊരു വിഷയത്തിന് മേൽ തൊടുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് സൗരി പറഞ്ഞത്. ആ മകനെക്കുറിച്ച് ദൈവം മുന്നമേ പ്രവചനം പറഞ്ഞിരുന്നു. കർത്താവ് അവനെ തൊട്ടു, അവനെ സൗഖ്യം കൊടുത്തിട്ട് നന്ദി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ നിസ്സാരമെന്ന് പറഞ്ഞിരിക്കരുതൊന്നും. അത് നിങ്ങൾ ഉപയോഗിച്ചാൽ, ഇന്ന് നമ്മൾ കേട്ടല്ലോ, ആ ഉപയോഗിക്കും തോറും ഇത് വർദ്ധിക്കും. മൊബൈൽ ചാർജ് കുത്തിയിട്ട് ഓണാക്കിയാൽ അതിൻ്റെ ചാർജ് വർദ്ധിക്കുന്നത് പോലെ കൂടുതൽ ചാർജ് ആയാൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ചാർജ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ കർത്താവിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ അത്ഭുതങ്ങൾ, പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് അവിടെയൊക്കെയും പ്രവൃത്തി കാണാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവ് അതുപോലെ തന്നെ സാക്ഷിയാക്കും. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. അതെ, ഞാൻ ഇങ്ങനെ ജാതിയിലെ കട നനച്ചപ്പോ പൈപ്പിട്ട് വീണു. എന്നിട്ട് എന്റെ മുക്കോട് കുത്തി വീണ് എല്ലിന് ഭയങ്കര വേദന. അപ്പൊ ഇവരൊക്കെ എന്നോട് പറഞ്ഞു ആശുപത്രിയിൽ പോവാ. അപ്പൊ ഞാൻ വീണപ്പോ തന്നെ കുഴമ്പ് വരട്ടി കർത്താവിനെ വിചാരിച്ചു, കർത്താവിന്റെ തിരുമുറിവിനാ സൗഖ്യം വരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രി കിടന്നപ്പോ ഭയങ്കര കൂടുതലായി. അപ്പൊ ഇവര് ആശുപത്രിയിൽ പോവാ, എക്സ്റേ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉച്ച വരെ ഞാൻ കർത്താവിനെ വിളിക്കട്ടെ, അപ്പൊ എനിക്ക് മാറും എന്നും പറഞ്ഞിട്ട് ഞാൻ ഉച്ചവരെ കിടന്നിട്ട് കർത്താവിന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നപ്പോ പിന്നെ പില്ല തീർത്ത് മാറിയത്, പൂർണ്ണമായിട്ട് സൗഖ്യമായി. പൂർണ്ണമായിട്ട് സൗഖ്യമായി. എല്ല് പൊട്ടിന്ന് വിചാരിച്ചതാണ്. ഇവരൊക്കെ പറഞ്ഞ എല്ല് പൊട്ടിയിട്ടുണ്ടാവുന്ന്. അത്രയ്ക്കും വേദനയായിരുന്നേ. എത്ര ദിവസം എടുത്തത് മാറാൻ? തലേദിവസം പറ്റിയിട്ട് ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ കൂടുതൽ ഒരു കണ്ണിന് ഇങ്ങനെ ഇരുട്ട് വന്നു. അവിടെ ഇരുന്നു ഞാനാണെന്നിട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേദന തോന്നിയ പൈപ്പ് വലിച്ച് ഞാൻ നനച്ചിപ്പോ വേദന ഉണ്ട്, എന്നാലും ഞാൻ അത് നനച്ച് കഴിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇവരോട്, ഞാൻ വീണു, എനിക്ക് ഭയങ്കര ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമായപ്പോ എനിക്ക് കിടന്നപ്പോ നിർന്ന് കിടക്കാൻ പാടില്ല, അത്ര വേദന. എന്നിട്ട് നേരം വെളുത്ത് ആശുപത്രി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഉച്ച വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഉച്ച വരെ ആയപ്പോഴേക്കും എന്റെ അസുഖം മാറി, വേദന മാറി. അങ്ങനെ കർത്താവിന്റെ തിരുമുറിവിനാ ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞ വീഴ്ച നിമിത്തം ആ ഒരു ഭയങ്കര വേദനയായിരുന്നു എല്ലിന്. അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ, പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ വേദന സഹിച്ചിരുന്ന ആളാണ്, വേദന ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ കർത്താവ് അത് പൂർണ്ണമായിട്ടും ആ വേദനയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ.
ഇന്ന് പറഞ്ഞ കംപ്ലീറ്റ് വചനങ്ങൾ ഓരോ വേർഡും ഞാനും മോനും ഇന്ന് ഡിസ്കഷൻ ചെയ്തായിരുന്നു. പൊതുവെ എൻ്റെ മോന് അധികം ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തിയാണ്. നല്ല സ്വഭാവമുള്ളൊരു ദൈവിക പൈതലിന്റെ ഫുൾ ക്വാളിറ്റി അവന് കൂടുതൽ ഉണ്ട്. അപ്പോൾ വചനത്തിലൂടെ ഞാനിങ്ങനെ വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെ പറയണോന്ന് പറയുമ്പോൾ ഇന്ന് അവൻ എന്തോ എൻ്റെ അടുത്ത് തർക്കിച്ചു, അമ്മ അത് പതുക്കെ പറഞ്ഞാലും മതിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, കൂടുതൽ ശബ്ദത്തിൽ പറയുമ്പോൾ അത് നിന്റെ വിശ്വാസം വർദ്ധിക്കും, ദൈവപ്രവൃത്തി നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ കുറെ അവൻ എന്തോ അറിയില്ല തർക്കിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഇതിന് ആൻസർ നിന്റെ അടുത്ത് ദൈവാത്മാവ് ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറിന്റെ ഇന്നത്തെ മെസ്സേജ് ഞങ്ങൾ ഫാമിലി ആയിട്ട് 3 പേരുമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോ അവന് ശരിക്കും മനസ്സിലായി, അവനോട് ദൈവാത്മാവ് ഇടപെട്ടു എന്ന് മനസ്സിലായി. ഇങ്ങനെ തമ്പൊക്കെ കൊടുത്തു. അപ്പൊ എന്റെ ഹസ്ബൻഡ് വീൽ ചെയറിലാണ്. അപ്പോ എല്ലാ ദിവസവും ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴും ദൈവാത്മാവ് വചനത്തിലൂടെ ബ്രദറിലൂടെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മീറ്റിങ്ങിന് വരണമെന്ന് പറയുമ്പോഴും ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മടുത്തു പോകുമ്പോഴൊക്കെ ഓരോന്ന് ഇവര് പിന്മാറും എന്ന് വെച്ചാല് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഭയപ്പെടുത്തുമെന്ന് വെച്ചാല് എന്നെ ഒന്ന് പോകുന്ന കാര്യം സംശയം ഇങ്ങനെയൊക്കെ പേടിപ്പിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആ ദൈവാത്മാവ് ആ സമയമാവുമ്പോൾ ഞങ്ങളെ കൊണ്ടുവരുമെന്ന്. അപ്പൊ ഇതൊക്കെ കുറെ ദിവസം ഇങ്ങനെയൊക്കെ കുറെ ഇതില് ഉണ്ട്. അപ്പോ ഇന്ന് എനിക്ക് ഒരു 3-4 ആഴ്ചയായിട്ട് ഡെന്റൽ പെയിൻ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് അതിന് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ വേദന പോലും ഇല്ല. ഞാൻ ഒത്തിരി കടിച്ചു നോക്കി, എനിക്ക് തീരെ വേദനയില്ല, പൂർണ്ണ സൗഖ്യവും കിട്ടി. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ദൈവം അവർ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു. ആ വിഷയത്തെ കർത്താവ് അതുപോലെ തന്നെ നമുക്കൊക്കെ വേണ്ടി ഇടപെടാൻ കർത്താവ് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒന്നെങ്കിൽ പല്ലെടുക്കണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, വേദന ചെറിയ കാര്യമല്ല, അസഹ്യമായ വേദനയാണ്. പക്ഷേ ആ കാര്യത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ കടിച്ചു നോക്കി, എല്ലാ കാര്യം ചെയ്തു നോക്കി, അവിടെ വേദനയില്ല, പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു എനിക്കൊരു സിസ്റ്ററെ. കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഒരു വീട് ജാമ്യം ഇതിൽ പോകുന്നതായിരുന്നു. അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു 10 ലക്ഷം രൂപ. അവരിപ്പോ ആ പൈസ തരാൻ നമുക്ക് തയ്യാറല്ല. അവർ നമ്മളോട് 3 ലക്ഷം കൂടെ അങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെ വലിയ ബഹളമായി. ഞങ്ങളൊരു കേസും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വന്തം ആങ്ങളയുടെ മകനാണ്. ഇന്ന് താലയിലൊക്കെ പോയി റിപ്പോർട്ടൊക്കെ ചെയ്തു. എന്നിട്ട് അവരും പറഞ്ഞു അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനെന്ന്. അവർ തയ്യാറല്ല. ഞങ്ങളെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും അതൊന്നും വിടുകയാണ്. ഞങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു സിസ്റ്റർ. നമ്മളിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അവസാനം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വലിയ അത്ഭുതം കാണാൻ തയ്യാറായിക്കോണം. ഈ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. അതുപോലെ തന്നെ ഈ നിമിഷം പോലെ പറഞ്ഞാൽ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി തന്നെ പറഞ്ഞു. അതവിടെ കാണാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു സംഗതി എനിക്ക് വന്നു. അതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ ബ്രദറിനോട് പറയും, ഡിവോഴ്സ് ആയിരിക്കുന്ന ബ്രദറാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും പുള്ളിയോട്, വചനങ്ങൾ പറയണമെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, നീ ഇത്രയും നാളും വചനം പറഞ്ഞിട്ടൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ, അത് ആദ്യം കാണട്ടെ എന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ശരിയാണല്ലോ ദൈവമേ എന്ന്. ഇപ്പോൾ അല്ല, ഞാനത് ബ്രദർ അങ്ങനെ പറഞ്ഞപ്പം ഞാനത് ഓർത്തതാ. തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. ഞാൻ ഇന്ന് കേട്ട വചനം ഞാൻ വീണ്ടും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ പ്രവർത്തികളെ കേൾക്കാൻ പറ്റും. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനം കേൾക്കാം. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. സമയം നമുക്ക് മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തുടർമാനമായിട്ട് വചനം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ കൂടുതൽ കൂട്ടായ്മ ആചരിക്കുക, കൂടുതൽ കർത്താവിൽ നിങ്ങൾ ബലപ്പെടുക. ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. അവിടെ അത്ഭുതം നടക്കും, വലിയ പ്രവൃത്തികൾ നടക്കും, വലിയ എൻകൗണ്ടറുകൾ, പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് മെറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് അവിടെ ചെയ്യും.
ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഇന്ന് നിങ്ങളെല്ലാവരും കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചോട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരിക തന്നെ ചെയ്യും. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അത് തന്നെ